അതുകൊണ്ട് മുഅ്മിനേ, ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട 4 ഗുണങ്ങൾ വേറെ കൂടെ നമുക്ക് പഠിക്കാറായി. ഒന്ന്, സുന്നത്ത് നോമ്പെടുക്കുന്നത്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, രോഗികളെ സന്ദർശിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, സദ്യകൾക്ക് പോകാൻ നമുക്കിഷ്ടമാണ്, ഭക്ഷണമുള്ളിടത്തേക്ക് പോകാൻ നമുക്കിഷ്ടമാണ്. എന്നാൽ വേദന കൊണ്ട് പൊളയുന്ന എത്രയോ രോഗികൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നുണ്ട്, വിദൂര ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. സന്ദർശിക്കാൻ പറ്റുന്നിടത്ത് സന്ദർശിക്കൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു ചോദിക്കുകയാണ്, യാ അബ്ദി, എന്റെ അടിമേ, ജുഅ്തു ഫലം തുത്ഇമിനി, എനിക്ക് വിശന്നപ്പോൾ നീ എന്തേ ഭക്ഷണം തരാതിരുന്നത്? അല്ലാഹു ചോദിക്കുന്നു, റബ്ബേ നിനക്ക് വിശക്ക്, വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലയോ ലോകത്തിന്റെ ഗുരു, ലോകത്തിന്റെ എല്ലാം പരിപാലകൻ, റബ്ബ് നീയല്ലയോ, നിനക്ക് വിശക്ക്. മുസ്ലിമായ ഒരാൾക്ക്, അല്ലെങ്കിൽ എന്റെ ഒരു അടിമക്ക്, ഒരു മനുഷ്യന് വിശന്നപ്പോ നീ എന്തേ ഭക്ഷണം കൊടുക്കാതിരുന്നത്? നീ അത് ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ കൂലി നിനക്ക് ഇവിടുന്ന് വാങ്ങാമായിരുന്നല്ലോ. അല്ലാഹു പറയും. പിന്നെ പറഞ്ഞെന്ത്? നീ എന്തേ എനിക്ക് വെള്ളം തരാതിരുന്നത് ദാഹിച്ചപ്പോ? ഉമ്മമാരെ, സഹോദരിമാരെ, അറിയണം, വെള്ളത്തിന്റെ ക്ഷാമം കഴിഞ്ഞ് മാസമായിട്ടില്ല നമുക്ക് മഴ കിട്ടാൻ തുടങ്ങിയിട്ട്, അല്ലേ? കടുത്ത വരൾച്ചയിലായിരുന്നുവല്ലോ നമ്മൾ. കിണറുകളിൽ വെള്ളമുള്ള കിണറുകളിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം, അല്ലെങ്കിൽ ഒന്ന് മോട്ടോർ വെച്ചോട്ടെ, ഒന്ന് വീട്ടിലേക്ക് വെള്ളത്തിന്, കുടിവെള്ളത്തിന്, ബാത്റൂമിലേക്ക് പോവാൻ വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ കിണറുകളിൽ വെള്ളമുള്ള വീട്ടുകാരോട് ഒരൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നവർ അല്ലാഹുവിനെ പേടിച്ചോളൂ. വലിയ ഗുരുതരമായ തെറ്റാണ് സംഭവിച്ചത്. പറ്റില്ലെന്നോ, കിണറ്റ് വെള്ളം തീരുമെന്നോ, ഞങ്ങൾക്ക് കിട്ടില്ലെന്നോ പറഞ്ഞ് നമ്മളെങ്ങാനും അങ്ങനെ ഒരു മറുപടി അയൽപ്പക്കക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങളെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഹ്സിൻ ഇലാ ജാരിക തഖുൽ മുഅ്മിനാ, അയൽവാസിക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഈമാനിന്റെ അടയാളം കാണപ്പെടുന്നവർ. അല്ലാഹു ചോദിക്കും, ദാഹിച്ചപ്പോ, ദാഹമുള്ള സത്യവിശ്വാസികൾ മനുഷ്യരുണ്ടായപ്പോ എന്തുകൊണ്ട് നീ വെള്ളം കൊടുത്തില്ല? അല്ലാഹുവേ, നിനക്ക് ദാഹിച്ചില്ല, നിനക്കെങ്ങനെ ദാഹിക്കും? ഞാനല്ല, എന്റെ അടിമക്ക് ദാഹിച്ചപ്പോ എന്തുകൊണ്ട് വെള്ളം കൊടുത്തില്ല? അത് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ നിനക്കതിന് കൂലി കിട്ടുമായിരുന്നേനെ. പിന്നെ ചോദിക്കും, തമ്പുരാൻ, എന്റെ വസ്ത്രം എനിക്ക് തരാതിരുന്നത്? റബ്ബേ, നിനക്ക് വസ്ത്രം വേണോ? നിന്റെ അലമാരകളിൽ എമ്പാടും വസ്ത്രം നീ തൂക്കി വെച്ചപ്പോ, ഓരോരോ ചുരിദാറിലേക്ക്, ഓരോരോ വസ്ത്രത്തിലേക്ക് വേണ്ട ഫാൻസികളും അതിലേക്ക് വേണ്ട ചെരുപ്പുകളും വേറെ വേറെ, അലമാരകൾ മുഴുവനും വസ്ത്രങ്ങൾ വെച്ച് നിറച്ചപ്പോ, നിന്റെ 4 വീടപ്പുറത്ത് കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് റമദാൻ കഴിഞ്ഞ് പെരുന്നാളിനൊരു നല്ല വസ്ത്രം എടുക്കാൻ കഴിയാതെ വന്നപ്പോ എന്തുകൊണ്ട് നീ അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുത്തില്ല എന്ന് അല്ലാഹു ചോദിക്കും. അത് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇവിടെ സ്വർഗ്ഗലോകത്ത് അതിന്റെ കൂലി കിട്ടുമായിരുന്നല്ലോ. ഇനി പറയാൻ പോകുന്നു, ശ്രദ്ധിക്കാം. അല്ലാഹു പറയുന്നു, മരിൽതു, എനിക്ക് രോഗം വന്നപ്പോ നീ എന്തേ എന്നെ കാണാൻ വരാത്തത്? നിനക്ക് വരെ റബ്ബേ, വഅൻത റബ്ബുൽ ആലമീൻ, നീയല്ലയോ റബ്ബേ ലോകരക്ഷിതാവ്, നിനക്കെങ്ങനെയാ രോഗം വരുന്നത്? മനുഷ്യനായ ഒരാൾക്ക്, ഒരാണിനോ പെണ്ണിനോ, നിന്റെ ബന്ധുവിനെ, നിന്റെ അയൽവാസിക്ക്, നിന്റെ കുടുംബക്കാരന്, നിന്റെ സുഹൃത്തിന്, നിന്റെ നാട്ടുകാരന് ഒരു മാരകമായ രോഗമുണ്ടെന്നറിഞ്ഞപ്പോ ആശ്വസിപ്പിക്കാൻ നിനക്ക് കഴിയുമായിരിക്കെ, ചെന്ന് കാണാൻ കഴിയുമായിരിക്കെ, വീട്ടിലോ ഹോസ്പിറ്റലിലോ ചെന്ന് എത്തിക്കാൻ കഴിയുമായിരിക്കെ, എന്തുകൊണ്ട് നീ ചെന്നു നോക്കിയില്ല എന്ന് അല്ലാഹു നാളെ ചോദിക്കുമത്രേ. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു ചോദിക്കും, അത് നീ ചെയ്തിരുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞെന്താ? കൂലി ഇവിടെ കിട്ടുമായിരുന്നു. ഇനി പറയാൻ പോകുന്നത്, നീ അത് ചെയ്തിരുന്നുവെങ്കിൽ ആ രോഗിയുടെ അരികത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലോ, നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നല്ലോ. പറയാം. അപ്പൊ എത്രയാണ് ഒരു രോഗിന്റെ കൂടെ നിൽക്കുന്നതിന്റെ കൂലി? ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതിന്റെ കൂലി എത്രയാണ്? ഹബീബായ തങ്ങൾ പറയുന്നു, രോഗസന്ദർശനം, ഭക്ഷണം കൊടുക്കുന്നത്, സുന്നത്ത് നോമ്പെടുക്കുന്നത്, പിന്നെ ജനാസ, ഒരു ജനാസയെ അനുഗമിക്കുന്നത്, ഖബർസ്ഥാനിലേക്ക്, ഈ 4 ഗുണങ്ങൾ ആര് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടോ, ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരാനുള്ള, കിട്ടാനുള്ള അസ്ബാബുകൾ അല്ലാഹു നമുക്ക് തരട്ടെ.
ഹബീബായ തങ്ങൾ പറയുന്നു, അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ ചരക്ക് വിലപിടിപ്പുള്ള ചരക്കാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ അലാ വഹിയൽ ജന്ന, സ്വർഗം വില കൊടുത്തു വാങ്ങാനുള്ളതല്ല, വില കൊടുത്തു വാങ്ങാനുള്ളതല്ല. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ ലാ യദ്ഖുലു അഹദുകുമുൽ ജന്നത ഇല്ലാ ബിറഹ്മതിഹി, അല്ലാഹു നൽകുന്ന കാരുണ്യം കൊണ്ടല്ലാതെ, അവന്റെ ഫദ്ൽ കൊണ്ടല്ലാതെ, ഔദാര്യം കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അവർ ചോദിച്ചു, നബിയേ അമലുകളെ കൊണ്ട് കഴിയില്ലേ? ഇല്ല, അമലുകൾ ചെയ്താൽ അള്ളാന്റെ കാരുണ്യം കിട്ടാൻ കാരണമാണ്. പക്ഷേ കാരുണ്യമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണം. കരുണയാൽ റബ്ബിന്റെ ഔദാര്യമല്ലാതെ സ്വർഗത്തിൽ കടക്കില്ല. നമ്മുടെ അമല് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന ലോകമല്ല അള്ളാഹുവിന്റെ സ്വർഗലോകം. അമല് കൊണ്ട് വാങ്ങിക്കാൻ പറ്റൂല. വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന വില പിടിപ്പുള്ളതിനല്ലേ, വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ലേ വാങ്ങിക്കാൻ പറ്റൂ. സ്വർഗത്തിന് വില കെട്ടാൻ കഴിയില്ലല്ലോ. അതിൽ അള്ളാഹു വെച്ചത് എന്തൊക്കെയാണെന്നാ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ ബിറഹ്മതി വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ അങ്ങും സ്വർഗത്തിൽ പോകുന്നത് അല്ലാഹു നൽകുന്ന കരുണ കൊണ്ട് തന്നെയാണോ? അതല്ല അന്ന് ചെയ്ത അമൽ കൊണ്ടാണോ? വലാ അന, എനിക്കും സാധ്യമല്ല, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു എന്നങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ മുന്നോട്ട് എത്തിച്ചു തരട്ടെ. നമ്മുടെ മുൻഗാമികളിൽ 500 വർഷം ജീവിച്ച ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസാണത്. 500 വർഷം ജീവിച്ചു. 500 വർഷം അള്ളാഹു ആയുസ്സ് കൊടുത്ത് ഇബാദത്ത് ചെയ്തു. ഒരു ദ്വീപിൽ, ഒരു മലയുടെ മുകളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം താഴെ ഇറങ്ങും. എന്നാൽ തന്റെ മഠത്തിന്റെ ഗുഹയുടെ അരികത്ത് ഒരു ഉറുമാമ്പഴം, വർഷത്തിൽ ഒരിക്കൽ കായ്ക്കുന്ന ആ പഴം, ആ വൃക്ഷം എല്ലാ ദിവസവും ഇയാൾക്ക് വേണ്ടി ഒരു ഉറുമാനായി കായ്ച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അള്ളാഹു നിഅമത്ത് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, ഒരു ആബിദായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. തങ്ങളന്ന് ഒരു വിരിപ്പിൽ, ഒരു പായയിൽ കിടന്നിരിക്കുന്നു. അസ്റത് ഫീ ജംബിഹി, ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ ആ പായയുടെ അടയാളങ്ങളുണ്ട്. ഇത് കണ്ടപ്പോ ഫബകാ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. മാ യുബ്കീക യാ ഉമർ, ഉമറേ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നു ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ കരയുന്നത് ഉമറേ? യാ റസൂലല്ലാഹ് മുലൂകു കിസ്റാ വറൂം യനാമൂന അലാ ദീബാജ് വൽ ഹരീർ വഅൻത തനാമു അലാ ഹസീർ. നബിയേ, റോമക്കാരും യൂറോപ്യരും തുർക്കികളുമായ ഭരണാധികാരികൾ, ഇറാനികളായ പേർഷ്യക്കാരായ ഭരണാധികാരികളൊക്കെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങുമ്പോൾ വതനാമു അലാ ഹസീർ, നബിയെ അങ്ങ് ഉറങ്ങുന്നത് ഈത്തപ്പന ഓലകൾ മേഞ്ഞ, ഈത്തപ്പന ഓലകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ പരുഷമായ ഒരു പായയിലല്ലേ നബിയെ? ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. വൈഹക ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ നിങ്ങൾ എന്താ വിചാരിച്ചത്? അമാ തർലാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. ഉമറേ, അമാ തർലാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലഹുമുൽ ആഖിറ. ഈ ലോകത്തിന്റെ ആർഭാടങ്ങളും സുഖങ്ങളും അല്ലാഹു ഈ രാജാക്കന്മാർക്ക് കൊടുക്കുകയും നമുക്ക് അല്ലാഹു പരലോകം നൽകുകയുമാണെങ്കിൽ ഉമറേ, എന്ത് കുഴപ്പമുണ്ട് എന്ന് മഹാനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അവിടെ വേണ്ടേ? നമുക്ക് അവിടെ വേണ്ടേ? നമുക്ക് അവിടെ ഉണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ നമുക്ക്. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അന്ന് ഖൈറയിലൂടെ നടക്കുമ്പോഴാണ്, മനോഹരമായ ഒരു വെളുത്ത കുതിരപ്പുറത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ്, മനോഹരമായ ഒരു കുതിരപ്പുറത്ത് അന്ന് ഒരു കൊല്ലന്റെ പണിയെടുക്കുന്ന ബ്ലാക്ക് സ്മിത്ത്, കൊല്ലന്റെ ഇരുമ്പൊക്കെ അടിച്ചു നന്നാക്കുന്ന ചൂളയിൽ കഴിയുന്ന ഒരു ജൂതൻ, അവിടെ ഒരു പ്രായമുള്ള വൃദ്ധനായ ആൾ, അദ്ദേഹം ഒരു കമീശ ധരിച്ചു, പക്ഷേ മുഴുവൻ കരിയാണ്, കൈകളിൽ കരിയുണ്ട്, ദേഹത്ത് കരിയുണ്ട്.
അയാൾ ഇങ്ങനെ വന്നിട്ട് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ ആ കുതിരയുടെ മൂക്ക് കയറി പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ നബിയുടെ ഒരു ഹദീസ് ഓർമ്മയുണ്ടോ? എന്താണ്? അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. കാഫിറായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസിക്ക് ഇത് സ്വർഗ്ഗതുല്യമാണെന്നും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നരകതുല്യമാണ് ഈ ലോകമെന്നും പറഞ്ഞത് ഓർമ്മയുണ്ടോ? വഅയ്യു ജന്നത്തിൻ അന ഫീ വഅയ്യു സിജ്നിൻ അൻത ഫീ. ഒന്ന് നോക്കണം, ഈ കരി പിടിച്ച് കിടക്കുന്ന അധ്വാനിച്ച് തളർന്നു കിടക്കുന്ന ഞാൻ എന്ന അവിശ്വാസിക്കത് സ്വർഗമാവണ്ടേ? എന്ത് സ്വർഗ എന്റെ കയ്യിലുള്ളത്? നിങ്ങൾക്ക് എന്ത് നരകമാണിത്? മനോഹരമായ കുതിരപ്പുറത്തല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? ഇത് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു, സഹോദര, അല്ലാഹു നാളെ സ്വർഗലോകത്ത് ഞങ്ങൾക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ, സ്വർഗലോകത്തിന്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് ജയിൽ പോലെയാണ്, കാരാഗൃഹം പോലെയാണ്. നിനക്കല്ലാഹു നിങ്ങളുടെ അവിശ്വാസത്തിന് അല്ലാഹു നൽകുന്ന ശിക്ഷയായ നരകം ഓർക്കുമ്പോൾ തീർച്ചയായും ഈ ലോകം നിനക്ക് സ്വർഗം തന്നെയാണെന്ന് മഹാനായ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ ഈമാനിന്റെ ബലത്തിലെങ്കിലും നാളെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനേ. ഖത്താബിന്റെ മോനെ, നാളെ അല്ലാഹു പട്ടുടയാളുകളും സ്വർഗീയ മെച്ചകളും നൽകുന്ന അലൽ അറായികി മുത്തകിഊൻ, ചാരിക്കട്ടിലിൽ കിടക്കുന്ന ഇടമാണത്, വിശ്രമിക്കുന്ന ലോകമാണത്. എന്നാൽ ഉറക്കമില്ല. അവർ ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ ഉറങ്ങുമോ? സ്വർഗത്തിൽ ഉറക്കമില്ല. സ്വർഗത്തിൽ ഉറക്കമില്ല. എന്തുകൊണ്ട് നബിയെ? കാരണം അല്ലാഹു പറഞ്ഞില്ലയോ, ലാ യമൂതൂൻ, അവർക്ക് മരണമില്ല സ്വർഗത്തിൽ. ഉറക്കമെന്നത് മരണത്തിന്റെ ഒരു സഹോദരൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ഉറക്കം സ്വർഗത്തിലില്ല, അവിടെ ഉണർവ് മാത്രമേ ഉള്ളൂ. യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിലേക്ക് അവർ കടക്കുമ്പോൾ അവര് ശബാബൻ, ചെറുപ്പക്കാരാണ്, മുർദൻ, യൗവനത്തിന്റെ ആ പ്രാരംഭ ദശയിലാണ്. മുകഹലീന, കണ്ണുകളിൽ സുർമ എഴുതിയ പോലെയാണ് സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതത്രേ. മുത്തുനബിയുടെ മുമ്പിൽ വന്നല്ലേ ഒരു പ്രായമുള്ള ഉമ്മ ചോദിച്ചത്, നല്ല പ്രായമുള്ള ഒരു ഉമ്മ ഹബീബായ നബിയോട് ചോദിക്കുന്നു, നബിയേ, അല്ലാഹുവിനോട് എന്നെ സ്വർഗത്തിൽ കടത്താനെന്ന് ദുആ ചെയ്യണമേ. നമ്മളൊക്കെ വാദനക്ക് ദ്വാരക്ക് എഴുത്തു കൊടുക്കൂലേ, സ്വർഗപ്രവേശം തരണം, നാളെ ആഖിറം നന്നാവണം. ഹബീബായ തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുക്ക, നബിയെ ഒന്ന് ദ്വാരക്ക്, നബിയെ സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് ദ്വാരക്കണം നബിയെ. നല്ല പ്രായമുള്ളൊരു ഉമ്മയാണ്. ഹബീബായ തങ്ങളുടെ മിസാഹിൽ, തങ്ങളുടെ തമാശകൾ പറഞ്ഞ വിവരങ്ങളിൽ അല്ലാമ തുർമുദി തങ്ങളടക്കമുള്ള സുനന്റെ ഇമാമിയങ്ങളും അല്ലാത്തവരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മ, പ്രായമുള്ളവരൊന്നും സ്വർഗത്തിലില്ലല്ലോ. ഉമ്മ കരഞ്ഞങ്ങ് പോയി. തങ്ങൾ വിളിച്ചവരെ, ഉമ്മ, ഞാൻ പറഞ്ഞത് പ്രായമുള്ള അവസ്ഥയിലല്ല നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുന്നത്. നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുമ്പോൾ നല്ല യുവതിയായി 33 വയസ്സിന്റെ യൗവനത്തിലായി, 33 വയസ്സുള്ള യുവതിയായി, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായി, അതിസുന്ദരിയായിട്ടാണ് ഉമ്മ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരുന്നത്. അവിടെ പ്രായം ഉണ്ടാവില്ല, പ്രായം വർദ്ധിക്കുകയുമില്ല, പ്രായം കൂടൂല. ദുനിയാവിൽ പ്രായം കൂടാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, നമ്മളെ പെണ്ണുങ്ങള്. അവർക്ക് പ്രായം കൂടുന്നേ ഇല്ല. കഴിഞ്ഞ കൊല്ലം 25 വയസ്സ്, ഞാൻ ഈ കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ എത്രയുടെ എനിക്ക് വയസ്സ്? കുട്ടിക്ക് 22 ആയിട്ടുണ്ടാവും, എനിക്കിപ്പോൾ 28 തന്നെ. സ്വർഗത്തിലേ അത് നടക്കുള്ളൂ പെണ്ണുങ്ങൾ. വെറുതെ ഇവിടെ മോഹിച്ചിട്ട് നുണ പറയണ്ടുള്ള വയസ്സങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലേ? കുറച്ച് നേരത്തെ അവിടെ വന്നിട്ടുണ്ടെന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പോൾ സ്വർഗത്തിൽ വയസ്സ് കയറൂല എന്ന്, അവിടെ വയസ്സ് കയറൂല. 33 അവിടെ നിൽക്കുന്നതാണ്. അതിനാണ് ക്രോണിക് ബാച്ചിലർ എന്ന് പറയാം. നമ്മുടെ സിനിമക്കാരൊക്കെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞാൽ കാലാകാലം ബാച്ചിലറായി നിൽക്കുകയാണ്. അത് സ്വർഗത്തിലേ നടക്കുള്ളൂ. വെറുതെ മോഹിക്കേണ്ട. മോഹിച്ചോളൂ, ആഖിറത്തിന് അമല് ചെയ്യാം, എന്നാ കിട്ടും. അവിടെ 33 വയസ്സാണ്. പ്രായപൂർത്തിയായതിന്റെ ശേഷം മരിച്ചുപോയ മുഴുവൻ ആളുകളും അങ്ങനെയാണ്. എല്ലാ ദിവസവും അവർക്ക് സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും അത്രേ. ലഹും സൂഖുൽ ജുമുഅ, അവിടെ ഒരു സൂഖുൽ ജുമുഅയുണ്ട്. ഗൾഫുകാർക്കൊക്കെ അറിയും ചിലപ്പോൾ സൂഖുൽ ജുമുഅ.
ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് സൂഖുൽ ജുമുഅ, ഫ്രൈഡേ മാർക്കറ്റ്. അത് സ്വർഗത്തിലുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നത്. അവിടെ ഒരു ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. നബി തങ്ങൾ പറയാണ്, പുതിയാപ്പിളമാരൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. എല്ലാം അവിടെയുണ്ട്. എല്ലാം ഫീഹാ മാ തശ്തഹീഹിൽ അൻഫുസു വതനദ്ദുൽ അയുൻ. കണ്ണുകൾക്ക് രോമാഞ്ചം ഉണ്ടാവുന്നതും ശരീരം എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം അവിടെയുണ്ട്. എല്ലാം അവിടെ ഉണ്ട്. അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുന്നു, പുതിയാപ്പിള നിങ്ങൾക്ക് വല്ലാത്ത ചൊർക്ക് കൂടിയിട്ടുണ്ടല്ലോ അങ്ങാടി പോയി വന്നപ്പോഴേക്കും. പെണ്ണ് ചോദിക്കും, പുതിയാപ്പിള അങ്ങോട്ട് അല്ലടി നിനക്കും വല്ലാത്ത ചൊർക്ക് കൂടിയല്ലോ ഞാനങ്ങ് പോയി വന്നപ്പോഴേക്കും. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ആ ചൊർക്ക് ഇവിടെയൊക്കെ കുറഞ്ഞുകൊണ്ട് വരില്ല, അവിടെ കൂടുതലാണ്. ഓരോ വെള്ളിയാഴ്ചയും അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന. സുബ്ഹാനല്ലാഹ്. അപ്പൊ പെണ്ണുങ്ങളെ ആലോചിക്കുക, എന്തായാലും എന്താ പുതിയാപ്പിളാരെ ഊർലിങ്ങളപ്പം പോകും, നമ്മളിപ്പോ എവിടെയാണാവോ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ചോദിച്ചത്. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അഹൂറുൽ ഐനി ഖൈറുൻ അം നിസാഉദ് ദുനിയാ? നബിയേ, ഹൂറുലിങ്ങളാണോ നബിയേ നല്ലത്, അതല്ല ദുനിയാവിലെ പെണ്ണുങ്ങളാണോ, ആരാണ് ഖൈറ്? നല്ലൊരു ചോദ്യമാണ്. പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവുക ചോദ്യം. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ എന്താ നമ്മളെ പറ്റി പുതിയാപ്പിളാരുണ്ടെന്ന് പറയാത്തത്? അല്ല, നമ്മളെ മറന്നുപോയോ? പെണ്ണുങ്ങൾ നിങ്ങളെ പറ്റി മറന്നിട്ടില്ല. അതിന്റെ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒന്നുമില്ല, പെണ്ണിനാണുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു മോശമാണ്. അറബ് സംസ്കാരത്തിലും ഇസ്ലാമിക സംസ്കാരത്തിലും പെണ്ണിനാണുണ്ട് എന്ന് പറയുന്നത് അത് അല്ലാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയെന്നറിയോ? ഒരൊറ്റ ആയത്തിൽ. അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളാരുണ്ടോന്നും വന്നു. അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പുതിയാപ്പിളാർ അവിടെ കിട്ടും. കല്യാണം കഴിച്ചു പോകാത്ത പെണ്ണുങ്ങളൊക്കെ ആയിരുന്നു, അവർക്ക് പുതിയാപ്പിള വേണമെന്ന ആഗ്രഹം അവിടെ കൊടുക്കുന്നു. ഒരൊറ്റ ആയത്തിൻ്റെ ഉള്ളിൽ അല്ലാഹു വെച്ചു എന്ന് അതിൽ മനസ്സിലാക്കണം. കണ്ണുകൾക്ക് രോമാഞ്ചമുള്ളതും ശരീരം കൊതിക്കുന്നതുമെല്ലാം അവിടെയുണ്ട്. തസ്തഹീഹിൽ അൻഫുസ്, അതാണിന്റെ ശരീരമാവട്ടെ പെണ്ണിന്റെ ശരീരമാവട്ടെ, അവർക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതവിടെയുണ്ട്. അങ്ങനെയാണ്. ഉമ്മു സലമ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഹൂറുലിങ്ങളെ പറ്റി അങ്ങ് ഒരുപാട് പറഞ്ഞല്ലോ. വലനസീഫുഹാ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഹൂറുലിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ തലയിൽ വെക്കുന്ന ഒരു തട്ടം തന്നെ ഈ ലോകത്തെ എല്ലാ ആഡംബരത്തെക്കാളും ഖൈറെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂറുലിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ ഒരു തട്ടം കിട്ടിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ കിട്ടിയതിനേക്കാളും ഖൈറാണത്രേ ഹബീബായ റസൂലുള്ളാഹ്. വായ നല്ല ശുദ്ധമായവരാണ്, ദുർഗന്ധമമിക്കുന്നവരല്ല, സുഗന്ധമുള്ളവരാണ്. അവരുടെ ഉമിനീരിൽപ്പെട്ട ഒരു ഉമിനീരെങ്ങാനും അള്ളാഹുവിന്റെ ഭൂമിയിലെ ഉപ്പുജലമുള്ള ജലാശയങ്ങളിൽ ഒരു തുള്ളി ഉമിനീര് വീണ് കഴിഞ്ഞാൽ സമുദ്രങ്ങൾ മുഴുവനും മധുരമുള്ള ശുദ്ധജലമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അവരെങ്ങാനും സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്കൊന്ന് എത്തി നോക്കുകയായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചമൊന്നാകെ പ്രകാശപൂരിതമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണല്ലോ ദുനിയാവിലെ പെണ്ണുങ്ങളോട് പറയുന്നത്, സ്വന്തം ഭർത്താക്കന്മാരെ വിഷമിപ്പിക്കുകയോ, ഭർത്താക്കന്മാരെ പെണ്ണുങ്ങളെ വിഷമിപ്പിക്കരുത്. അതിന്റെ കൂടെ തന്നെ പറയാണ്, ഇതൊക്കെ നമുക്കുള്ളത്, അവർക്കൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഭാര്യയുടെ നാവിൽ നിന്ന് നന്ദികേടുള്ള പ്രയോഗങ്ങൾ ഭർത്താവിനോട് വരികയാണെങ്കിൽ, നബി പറഞ്ഞൊരു ഹദീസ് ഓർമ്മ വരികയാണ്. ഇമാമുന നസായി റളിയല്ലാഹു അൻഹു, ഇമാമുന ഹക്കീം എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്. ഒരു പെണ്ണങ്ങാനും ലൗ അലിമത്തിൽ മറഅതു ഹഖ്ഖ സൗജ്, ഭർത്താവിന്റെ മഹത്വവും ഭർത്താവിന്റെ പുണ്യവും ഭർത്താവിനോട് കാണിക്കേണ്ട ബഹുമാനവും ഒരു പെണ്ണിന് അറിയുകയാണെങ്കിൽ, ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ അവൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്. മറ്റൊന്ന് പറഞ്ഞു, ശരീരത്തിലെ തലഭാഗത്ത് നിന്ന് കാലുവരെ ശരീരമാകെ മുറിവടിക്കുകയും ആ മുറിവിൽ നിന്ന് ഒലിച്ചു വീഴുന്ന രക്തവും വിസർജവുമെല്ലാം സ്വന്തം നാവ് കൊണ്ട് ഭർത്താവിന് വൃത്തിയാക്കി കൊടുക്കുക ചെയ്താൽ പോലും ഭർത്താവിനോട് ചെയ്യേണ്ട ബാധ്യത എപ്പോഴും വീടുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹ്.
എന്തുകൊണ്ട് മോളെ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് പോവാനുള്ള സ്വർഗത്തിന്റെ താക്കോൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഭർത്താവാണ്. കള്ളുകുടിയനായ ഭർത്താവല്ല, അന്യ പെണ്ണുങ്ങളെ നോക്കി നടക്കുന്ന ഭർത്താവല്ല, അന്യ പെണ്ണുങ്ങളോട് വാട്സപ്പിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ചാറ്റ് ചെയ്യുന്നവനല്ല. നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ്, കണ്ണുകളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ സ്വാലിഹായ ഭർത്താവ് നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടാൻ കാരണമാണല്ലോ. അയ്യുമംറഅത്തിൻ സ്വല്ലത്ത് ഖംസഹാ വസ്വാമത് ശഹ്റഹാ വഅതാഅത് ബഅലഹാ വഹഫിളത് ഫർജഹാ ഖീല ലഹാ ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി. ഏതെങ്കിലും ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുകയും റമളാൻ നോമ്പെടുക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും വ്യഭിചരിക്കാതെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ ഖീല ലഹാ, അവളോട് പറയപ്പെടും, ഉദ്ഖുലി മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ, വാതിലുകളിൽ, കവാടങ്ങളിൽ, 8 കവാടങ്ങളിൽ ഏതിലൂടെ വേണോ നിനക്ക് കടന്നു പോകാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഹുറുലീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഉമ്മു സലമ ബീവി പറയുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ആ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മഹത്വമുണ്ടെങ്കിൽ ഞങ്ങൾ യാത്ര പോകുന്നവരല്ല, ഞങ്ങൾ കൂടെ താമസിക്കുന്നവരാണ്, ഞങ്ങൾ മടി വരുന്നവരല്ല, ഞങ്ങൾ മടുപ്പിക്കുന്നവരുമല്ല എന്നവർ പാട്ടുപാടും. ഹബീബായ നബി തങ്ങൾ ആ പാട്ടുകളൊക്കെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് കണ്ണുകൾ ചിമ്മുന്നവരുണ്ട് പെണ്ണുങ്ങളിൽ, അന്യ ഒരു പുരുഷനെ അവർ നോക്കുന്നവരല്ല. അതിനേക്കാളും ഒരു ഗ്രേഡ് മീതയാണ് മഖ്സൂറാത്ത്. ആദ്യം പറഞ്ഞത് ഖാസുറാത്തു ത്വർഫ്, ഇവരുടെ ഭാര്യമാർ മറ്റുള്ളവരെ നോക്കുന്നവരല്ല, മറ്റുള്ളവരോട് കണ്ണെടുത്ത് നോക്കുന്നവരല്ല. അങ്ങനെയാണ് മറ്റുള്ളവർ. ഭർത്താവുണ്ടായിരിക്കെ ഭർത്താവിന്റെ ഫോൺ വരുമ്പോൾ ബോറടിക്കാന്ന് പറഞ്ഞ് കാമുകന്റെ ഫോൺ എടുക്കാൻ വേണ്ടി ഇയാൾ നിർത്തൂല്ലല്ലോ ഫോണെന്ന് വിചാരിച്ച് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഭർത്താവിന്റെ ഫോൺ കാണുമ്പോഴേക്കും ഇറങ്ങി ഓടുന്ന പെണ്ണുങ്ങളുണ്ട്. അത്ര സുബ്ഹാനല്ലാഹ്. ഭർത്താവ് അയച്ചു കൊടുക്കുന്നു പൈസ, അവൾ ഇങ്ങനെ കാമുകൻ അയച്ചു കൊടുക്കുന്നു, രണ്ടാളും കറങ്ങുന്നു, വരുന്നു, ആരും അറിയുന്നില്ല, ചോദിക്കുന്നില്ല. കണ്ണുകൾ താഴെ വെക്കുന്നവരാണ്, അന്യ പുരുഷന്മാരിലേക്ക് അവർ നോക്കുന്നവരല്ല എന്ന് സ്വർഗവാസികൾക്ക് നൽകുന്ന ഒരു വിഭാഗം പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ ഖാസുറാത്ത്, പിന്നെ പറഞ്ഞു ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. കണ്ണുകളെ താഴ്ത്തിവെക്കപ്പെട്ടവർ. ആദ്യം പറഞ്ഞ് അവര് കണ്ണ് താഴ്ത്തുകയാണ്, ഇനി പറയുന്നവർക്ക് കണ്ണ് പൊക്കാനേ കഴിയില്ല, അന്യരിലേക്ക് നോക്കാനേ കഴിയില്ല. അവരുടെ കണ്ണുകളെ അല്ലാഹു തന്നെ അങ്ങനെയാണ് സജ്ജീകരിച്ചത്. അത്രയും സ്വന്തം ഭർത്താവിന് മുഴുവൻ സ്നേഹം കൊടുക്കുന്ന പെണ്ണുങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഉമ്മു സലമ ബീവി നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ ചിന്ത വരുന്ന പോലെ ചോദിക്കുന്നു, നബിയേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെക്കാളും ഉത്തമമാണോ നബിയേ സ്വർഗീയ സുന്ദരിമാർ? ഉമ്മുസലമ അല്ല, ഉമ്മുസലമ, നിങ്ങളാണ് അവരെക്കാളും ഖൈറ്, അവരെക്കാളും സുന്ദരിമാർ നിങ്ങളായിരിക്കും. എന്തുകൊണ്ട് നബിയേ? നിങ്ങളല്ലയോ നിസ്കരിച്ചത്, നിങ്ങളല്ലയോ അല്ലാഹുക്ക് നോമ്പെടുത്തത്, നിങ്ങളല്ലയോ മക്കളെ പോറ്റി വളർത്തിയത്, നിങ്ങളല്ലയോ ത്യാഗം ചെയ്തത്. ഇതൊന്നും ചെയ്യാത്തവർക്ക് തന്നെ അല്ലാഹു ഈ സൗന്ദര്യം നൽകുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ചുറുക്കുള്ളൊരു ഭാര്യയും ചുറുക്കില്ലാത്തൊരു പുതിയാപ്പിള ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പുതിയാപ്പിള ഇങ്ങനെ ചോദിക്കുകയാണ് പെണ്ണിനോട്, പെണ്ണേ, ഇനിയിപ്പോ ഈ എന്നെ സ്വർഗത്തിൽ കിട്ടിയാൽ മതി എന്നാ എന്റെ ആഗ്രഹം. അപ്പൊ പെണ്ണ് ചോദിച്ചു, റഹ്മാനായ റബ്ബേ, നമ്മൾ രണ്ടാളിപ്പോ എങ്ങനെ ഒരുമിച്ചതെന്നാ എനിക്കറിയാത്തത്. ഇങ്ങനെ സൗന്ദര്യമുള്ള എനിക്ക് എത്രയേ ആലോചന വന്നതാ, ഞാൻ നിങ്ങളുടെ അടുത്ത് കാണാൻ പെട്ടത്. ഒരു ഭംഗിയില്ലാത്ത നിങ്ങളെയാണ് ഇപ്പൊ ഞാൻ കെട്ടിയത്. ഇനിയിപ്പോ സ്വർഗത്തിൽ അതെന്നെ വേണമെന്നപ്പോ നിങ്ങൾ പറയണതെന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോ പെണ്ണിങ്ങനെ പറയാ, ഒരുപക്ഷേ നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ണ് നിയന്ത്രിച്ച് സ്വാലിഹായ ആബിദായ മനുഷ്യനായി ജീവിച്ചപ്പോ അതിന് അല്ലാഹു ഈ ദുന്യാവിൽ നിങ്ങൾക്ക് തന്ന പുണ്യമായിരിക്കാം, കൂലിയായിരിക്കാം ഞാൻ. പിന്നെ ഞാൻ കുറച്ച് സുന്ദരൊക്കെ ആയതുകൊണ്ട് പഠിക്കണ കാലത്ത് കുറച്ച് വൃത്തികേടൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയായിരിക്കും ചിലപ്പോ നിങ്ങളെ തന്നത്.
എന്റെ പെണ്ണ് പറഞ്ഞു, അള്ളാഹു നമ്മളെ ഈ ലോകത്ത് ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചില്ലേ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, ആഖിറവും അങ്ങനെ തന്നെ ആവട്ടെ, എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു. ആ ചർച്ച അവിടെ അവസാനിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോ പരലോകത്തേക്ക് എത്തുന്നത് ഈ ദുന്യാവിന്റെ സൗന്ദര്യത്തിലല്ല. സൗന്ദര്യത്തിന്റെ ഡെഫിനിഷൻ പോലും മാറ്റി എഴുതേണ്ടി വരും. മനോഹരികളായി മനോഹരന്മാരായി പുരുഷന്മാരൊക്കെ മുർദുൻ, താടിയൊന്നും ട്രിം ചെയ്യേണ്ട ആവശ്യം വരൂല എന്നാണ്. താടി മീശക്കനെ മുളച്ചു വരുന്നൊരു പ്രായം, ആ ഒരു മുറാഹിഖിന്റെ പ്രായം, അമ്രത് എന്ന് പറയുന്നൊരു പ്രായമുണ്ട്. യൗവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ടീനേജിന്റെ സമയത്ത് ഒരു ചെറിയ കൊച്ചുമീശ അത്രേ ഉണ്ടാവുള്ളൂ. 33 വയസ്സായാലും നല്ല ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നു. ആൾക്കാരൊക്കെ എന്തെങ്കിലും വല്ല പാസ്പോർട്ട് ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞാലേ, വല്ല സപ്ലിമെന്റിൽ ഫോട്ടോ വേണമെന്ന് പറഞ്ഞാലേ 60 വയസ്സായാലും കൊടുക്കും 35 വയസ്സിന്റെ ഫോട്ടോ അല്ലെ. സപ്ലിമെന്റിലൊക്കെ പേര് റഹ്മാനായ റബ്ബേ, മൂപ്പരടുപ്പത് കണ്ടറിയില്ല കേട്ടോ എന്ന് പറയും. ഇവിടെ പഴയ ഫോട്ടോ കൊടുക്കണത്, ഞാൻ മുമ്പ് ഈ ഗ്ലാമർ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ നോക്കണ്ടാന്ന്. അപ്പൊ നമുക്കൊക്കെ ആഗ്രഹം ഒരു സൗന്ദര്യം വേണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ പഴയ ഫോട്ടോ വെച്ച് നടക്കുന്നത്. ഇങ്ങനെ നോക്കൂ റബ്ബേ, ഞാൻ പഠിക്കണ കാലത്ത്, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോയ കാലത്ത്, ഞാൻ കല്യാണം കഴിച്ച കാലത്ത്. കൊണ്ടും പറയും ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ രണ്ടാളിപ്പം എങ്ങനെയായി? ദുന്യാവ് എങ്ങനെയാണ്? സൗന്ദര്യം ഇല്ലാതെ കുറഞ്ഞു വരും. അവിടെ കൂടുന്നാണ്, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മുക്കഹലീൻ, കണ്ണുകളിൽ സുറുമ എഴുതിയ പോലെ, എപ്പോഴും സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. ദുന്യാവിലെ ഭാര്യമാർ അവർക്ക് അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഭാര്യമാരായി കൊടുക്കും. ഉമ്മു സലമ, നിങ്ങൾ തന്നെയാണ് ഹൂറികളെക്കാളും സൗന്ദര്യമുണ്ടാവുക, നിങ്ങൾക്കാണ് അവരെക്കാളും പരിമളമുണ്ടാവുക, നിങ്ങളുടെ വായയുടെ സുഗന്ധമാണ് ഹൂറികളെക്കാളും സുഗന്ധമുണ്ടാവുക. അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മു സലമ ബീവിക്ക് ഒരു സംശയം, പൊന്നാര നബിയെ, അപ്പൊ പിന്നെ 2 ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഭർത്താവാ നാളെ കിട്ടുക? ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി, വേറെ ആളെ കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നു, അയാൾ തൊലാഖ് ചൊല്ലിയിരുന്നു, അത് കൂട്ടൂല. മരിച്ചുപോയ ഭർത്താവ് വേറൊരാളെ കല്യാണം കഴിച്ചു. ഇതിപ്പോ ആരാ നബിയെ, ആരുടെ കൂടെ ആയിരിക്കും സ്വർഗത്തിൽ എത്തുകയുണ്ടാവുക എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണല്ലേ? ചോദ്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, ആ 2 ഭർത്താക്കന്മാരിൽ ആർക്കായിരുന്നോ ഏറ്റവും നല്ല സ്വഭാവമുള്ളത്, നിങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാൻ പറ്റും. നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരായിരുന്നോ, 2ൽ ഒരാൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഏറ്റവും നല്ല സ്വഭാവക്കാരൻ ആരായിരുന്നോ അവരെ ആയിരിക്കും നിങ്ങളെന്ന് സ്വീകരിക്കുക. യാ ഉമ്മ സലമ, ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈറൈ ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും എല്ലാ നന്മകളും സൽസ്വഭാവം കൊണ്ടുപോയി ഉമ്മു സലമ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. നിങ്ങൾക്ക് വാങ്ങിയോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വർഗത്തിലെ VIP-കൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. കാരണം ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഒരുപാട് അവിടുത്തെ ഹസ്ബായിനെ കുറിച്ച്, അവിടുത്തെ മരങ്ങളെക്കുറിച്ച്, അവിടുത്തെ പുഴകളെക്കുറിച്ച്, അവിടുത്തെ ചെടികളെക്കുറിച്ച്, അവിടുത്തെ വാഹനങ്ങളെക്കുറിച്ച് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു അറാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, സ്വർഗ്ഗലോകത്ത് ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോ, വാഹനം കിട്ടുമോ? വണ്ടിയുടെ ക്രൈസ് ഉള്ളവരുണ്ടാവും, വാഹനം വലിയ ക്രൈസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് ആഗ്രഹം, വണ്ടി കിട്ടുമോ നബിയെ, അവിടെ കാറൊക്കെ ഉണ്ടാവോ? നല്ല മുന്തിയ തരം കുതിരകളുണ്ടോ നബിയെ സ്വർഗത്തിൽ? നല്ല കുതിരകൾ ഉണ്ടാകുമോ? അവരങ്ങനെയാ ചോദിച്ചിരുന്നത്. കാറുകൾ വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാറ് ഇന്നത്തെ അവസ്ഥയിലുള്ള കാറുകൾ അതേ ഡിസ്ക്രിപ്ഷനിലായി നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. എൻ്റെ ലഫ്ദിന്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ആശയം പറയാൻ. തങ്ങൾ പറഞ്ഞു, ഒട്ടകക്കട്ടിലിൽ ചാരിയിരിക്കുന്ന പോലെ, മൃഗങ്ങളിലല്ലാതെ ഒട്ടകക്കട്ടിലിന്റെ സീറ്റിന്റെ സുഖത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വരും. ആ വാഹനത്തിൽ പുരുഷന്മാർ യാത്ര ചെയ്യും. അവർ പള്ളിയുടെ മുമ്പിൽ ചെന്ന് ഇറങ്ങും, വാഹനത്തിൽ ഇറങ്ങും, പള്ളിയുടെ മുമ്പിൽ ചെന്ന് ഇറങ്ങും. അവരുടെ പെണ്ണുങ്ങൾ കാസിയാത്തുൻ ആരിയാത്ത്, അവരുടെ പെണ്ണുങ്ങൾക്ക് വസ്ത്രമൊന്നും ഉണ്ടാവില്ല. ഭർത്താവ് പള്ളി കമ്മിറ്റിക്കാരനായിരിക്കും, അതിനർത്ഥം. അങ്ങനത്തെ ഒരു കാലം വരും. സയ്യാറാത്തിനെ കുറിച്ചായിരിക്കണം എന്ന് ആധുനികരായ ആലിമീങ്ങൾ ആ ഹദീസിനെ കുറിച്ച് പറയാറുണ്ട്. മെത്തകളിലായി ഇരിക്കുന്ന വാഹനങ്ങൾ, എന്നാൽ മൃഗമല്ല. സുബ്ഹാനല്ലാഹ്. അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
വഹീന്റെ വെളിച്ചത്തിൽ. അവർ ചോദിച്ചു, നബിയേ, നാളെ പരലോകത്ത് കുതിരകളുണ്ടോ, വാഹനമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗവാസിയായ ആൾക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവുകയേ വേണ്ടു. ഒരു കുതിര വരികയായി, അതിന് ചിറകളുണ്ടാവും. സ്വർഗലോകത്ത് എവിടെ വേണോ അവന് പറന്നു പോകാൻ കഴിയും. സ്വർഗലോകത്ത് ഉദ്ദേശിക്കുന്നിടത്ത് മുഴുവനും പറന്നു നടക്കാൻ കഴിയുന്ന ചിറകുകളുള്ള വാഹനങ്ങൾ അല്ലാഹു നാളെ സ്വർഗലോകത്ത് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, നബിയേ, അവിടെ കൃഷി ഇറക്കാൻ പറ്റുമോ നബിയേ? നല്ല കർഷകനായിരുന്നു. അവിടെ കൃഷി ഉണ്ടാവോ നബിയേ? ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടല്ലേ. നബി തങ്ങൾ പറഞ്ഞു, അവിടെ കൃഷിയുണ്ട്. അള്ളാഹു നൽകുന്ന അവിടുത്തെ സൗകര്യങ്ങളൊന്നും മതിയാഞ്ഞിട്ടാണോ കൃഷി വേണമെന്ന് ചോദിക്കുന്നത്? അവിടെ കൃഷിയുണ്ട്. വിത്ത് ഇറക്കുന്നതും മുളക്കുന്നതും കൊയ്തെടുക്കുന്നതും ഒരേ നേരത്ത് തന്നെ. ഇത് പറഞ്ഞപ്പോ ഒരു അറാബി പറഞ്ഞു, പൊന്നാര നബിയേ, കൃഷി വേണമെന്ന് ചോദിക്കുന്ന ആ മനുഷ്യൻ, നബി തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്തെ സ്വർഗലോകത്തെ എനിക്ക് കൃഷി വേണം എന്നൊരാൾ അള്ളാഹുവിനോട് പറയുന്ന, അപ്പോഴല്ലാഹു പറയുന്ന വാക്ക് അത് പോരെ. എന്നാൽ അള്ളാഹു പറയും, എന്നാ നീ കൃഷി വിത്തിറക്കിക്കോ, അതാ പൊങ്ങുന്നു, കൊയ്തെടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച ഒരു സംഭവമാണിത്. തങ്ങൾ ചിരിച്ച മുവാഖിഫു ളഹക ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തന്നെ കിതാബുകളുണ്ട്. തങ്ങൾ ചിരിച്ച സന്ദർഭങ്ങൾ മാത്രം പറയുന്ന കിതാബുകളുണ്ട്. തങ്ങൾ എവിടെയൊക്കെ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാണിത്. അപ്പോൾ നാളെ അള്ളാഹുവിനോട് അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് ചോദിക്കുന്ന, റബ്ബേ, കൃഷി ചെയ്യാൻ വല്ല ഒപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹു പറയാണ്, അള്ളാഹു കൊടുത്ത മറുപടിയാണ്. അള്ളാഹുവിന്റെ മറുപടി വരുന്നു, കൃഷി ചെയ്തോളൂ, പക്ഷെ വിത്തിറക്കലും മുളക്കലും കൊയ്തെടുക്കലും ഒക്കെ ഒരു ദിവസം തന്നെ, എല്ലാം ഒറ്റടിക്ക് തീരും. ഇത് പറഞ്ഞപ്പോ സദസ്സിലുള്ളൊരു അറാബി പറഞ്ഞു, പൊന്നാര നബിയെ, ആ ചോദിക്കുന്ന ആള് ഒന്നുകിൽ ഖുറൈശി ആയിരിക്കും, അല്ലെങ്കിൽ അൻസാരി ആയിരിക്കും നബിയെ. ഇവരാണല്ലോ കൃഷിക്കാര്, ഞങ്ങൾ കാട്ടറബികളായി നടക്കണം, ഞങ്ങളൊന്നും ഈ പണിക്കൊന്നും പോകാറില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ചോദിക്കുന്നത് ഒരു ഖുറൈശി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അൻസാരി ആയിരിക്കും. ലഹക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയായിരുന്നു. സ്വഹാബത്തിന്റെ കൂടെ നിസ്കാരം കഴിഞ്ഞ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ യജ്ലിസു മഅഹും, സ്വഹാബികൾ പറയാ, തങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കും. ഞങ്ങളന്ന് ഇരുന്ന് പലതും പറയും, നബി ഞങ്ങളുടെ കൂടെ ഇരിക്കും. നബി വലിയൊരാളാന്ന് വിചാരിച്ച് ഗൗരവത്തിൽ ശ്വാസം പിടിച്ച് നബി ഇരിക്കൂല. ഫഇൻ ദഖർനൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ്യ കാലത്തെ പല വിറ്റും പറയും. നബി ഞങ്ങൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ വിഷയമെന്നാൽ കൂടെ കൂടി പറഞ്ഞു തരും. കച്ചവടം പറയും നബി, ഞങ്ങളുടെ കൂടെ കൂടി അതിന്റെ കാര്യങ്ങൾ പറയും. ആഖിറം എന്നാ നബി, അത് പറഞ്ഞു തരും. ഞങ്ങളുടെ വർത്തമാനത്തിൽ നബി തങ്ങൾ കൂടി ചിരിക്കുമായിരുന്നു, കൂടുമായിരുന്നുവെന്ന് സ്വഹാബികൾ ഹബീബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പണ്ഡിതന്മാരായ ആളുകളൊക്കെ സാധാരണക്കാരുമായി ഇടപഴകുമ്പോഴേ, സാധാരണക്കാരുടെ ലോകം, അവരുടെ ചിന്തകൾ പലതുമായിരിക്കും. അതിലേക്ക് കൂടി അതുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയണമെന്ന് ഹബീബായ തങ്ങൾ അത് കാണിച്ചു തന്നു. പല അവസ്ഥകളിലും ഹബീബായ തങ്ങൾ പറയാണ്, അല ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, സ്വർഗം വിലപിടിപ്പുള്ളതാണ്, സ്വർഗം വിലപിടിപ്പുള്ളതാണ്. സഅദ് ഇബ്നു ഖൈഥമ റളിയല്ലാഹു തആല അൻഹു, വാപ്പയും സ്വഹാബിയാണ്, മകനും സ്വഹാബിയാണ്. സഅദ് എന്നവര് സ്വഹാബിയാണ്, ഖൈഥമ എന്നവരും സ്വഹാബിയാണ്. ബദർ യുദ്ധം ആസന്നമാകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് വിളിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വാപ്പയും പറഞ്ഞു, നമ്മൾ രണ്ടുപേരും യുദ്ധത്തിന് പോവുക. രണ്ടാണുങ്ങളെ വീട്ടിലുള്ളൂ, ഒന്ന് വാപ്പയാണെന്ന് മോനാണ്, പിന്നെ കുറെ 5-8 പെങ്ങന്മാരുണ്ട്, വാപ്പാക്ക് ഒന്നിലേറെ ഭാര്യമാരുമുണ്ട്. വാപ്പ പറഞ്ഞു, മോനെ, വാപ്പ പൊയ്ക്കോളാം, എന്റെ ഭാര്യമാര്, നിന്റെ എളാമ്മമാര്, നിന്റെ അമ്മായിമാര്, നിന്റെ പെങ്ങന്മാര്, അവരൊക്കെ മോൻ നോക്ക്, വാപ്പ പൊയ്ക്കോട്ടെ. വാപ്പ പെങ്ങന്മാരും ഭാര്യമാരൊക്കെ വാപ്പ നോക്കിയാൽ മതി, ഞാൻ പോവാണ്. അല്ല മോനെ, വാപ്പ വരട്ടെ. യാ ബുനയ്യ ആസിർനീ ബിഹാദാ, ഈ യുദ്ധത്തിലേക്ക് വാപ്പ പോട്ടെ മോനെ. മോനെ അടുത്ത് വരാനുള്ള വല്ല അവസരവും കിട്ടുമല്ലോ, വാപ്പാക്ക് പ്രായമായില്ലേ, വാപ്പ പോട്ടെ. വീട്ടുകാരെ നിന്നെ ഏൽപ്പിക്കട്ടെ മോനെ, നമ്മൾ രണ്ടുപേരും പോയാൽ ഇവരാരാണ് നോക്കാനുണ്ടാവുക, അതുകൊണ്ട് വാപ്പ പോകട്ടെ. മോൻ പറഞ്ഞു, ഉപ്പാ പോവാൻ പറ്റില്ല, ഉപ്പാ പോവാൻ പറ്റില്ല, നമുക്ക് നറുക്കിടാം, എനിക്ക് പോണം, ഇത് സ്വർഗമാണുപ്പാ, എനിക്ക് പോവണം. നറുക്കിട്ടു. ആര് പോണെന്ന്? വിസ വന്ന് ഗൾഫിക്ക് ഒരാൾക്കേ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ പോക്കല്ലത്. അത് ഞാൻ പോയിക്കോളാം, ഞാൻ അതല്ല, മരണത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോവാണ്, ഷഹാദത്ത് വരിക്കാൻ പോവാണ്. ബദറിലേക്കാണ് വിളിക്കുന്നത്. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ തെരീ നുസ്രത് കോ ഉതർ സക്തേ ഹൈ ഗർദൂൻ സേ
അല്ലാഹുവിന്റെ മാലാഖമാർ സഫ് സഫായി ഇറങ്ങി വന്ന ലോകമാണ് ബദറിന്റെ ലോകം. ബദറിലേക്കാണ് മലക്കുകൾ സഫ് സഫായി ഇറങ്ങി വന്നത്. അവിടേക്കാ പോണത്, മലക്കുകൾ ഇറങ്ങുന്ന ലോകം. മണ്ണാർക്കാട് മലക്കുകൾ ഇറങ്ങുന്നൊക്കെ പറഞ്ഞില്ലേ? മലക്കുകൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അള്ളാഹുവിന്റെ മാലാഖമാർ ഈമാനുള്ള മുഅ്മിനീങ്ങളെ സഹായിക്കാൻ ബദറിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോഴും ആ മാലാഖമാർ ഇറങ്ങാൻ ഇടയുണ്ട് എന്ന് അല്ലാമ ഇഖ്ബാലിന്റെ വാക്കുകളിൽ, ഈമാൻ ഒരുക്കി വെച്ചാൽ ഈമാനിന് വേണ്ടി പണിയെടുക്കുന്നവരുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും. പരിശുദ്ധമായ ബദറിലേക്കാണ് സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു പോകുന്നത്. നറുക്ക് വീണത് സഅദ് എന്നവർക്കാണ്. വാപ്പ പറഞ്ഞു, മോനെ സഅദേ, എന്നെ വിളിക്കും മോനെ. മോൻ പോവല്ല, അത് വാപ്പാക്കുതാ, വാപ്പ പോകട്ടെ. യാ അബതി ഉപ്പാ ലൗലൽ ജന്ന ലആഥറതുക ബി. ഉപ്പാ, ഇത് സ്വർഗ്ഗത്തിന്റെ വിഷയമല്ലായിരുന്നുവെങ്കിൽ, സ്വർഗ്ഗമല്ലായിരുന്നുവെങ്കിൽ ഉപ്പാ, ഞാൻ ഉപ്പാനെ വിട്ടേനെ. പക്ഷേ സ്വർഗ്ഗമല്ലേ. ലാ ഊസിറു ബിഹാ അഹദാ, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വാപ്പയോട് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് ചെന്ന് ഷഹീദായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഖൈസമ. വാപ്പാക്ക് അവസരം ലഭിക്കുന്നു. ഉഹദ് വന്നപ്പോ ബദറിലേക്ക് പോകണമെന്ന് കൊതിച്ചു. ബദർ അല്ലാഹു തആല പ്രത്യേകമായ സഹായം ഇറക്കി വിജയിപ്പിച്ച യുദ്ധമാണ്. ബദറിലേക്ക് പോകുമ്പോഴാണ് ഉപ്പാ ലൗലൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ വിഷയമാണ് ഉപ്പാ, അല്ലെങ്കിൽ ഞാൻ ഉപ്പാനെ വിട്ടേനെ, ഇത് വിട്ടുതരില്ല, എനിക്ക് വേണം, ഇത് സ്വർഗമാണ്, സ്വർഗത്തിന്റെ വിഷയമാണ്. ഉഹദ് വന്നപ്പോഴാണ് ഖൈസമ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പോയി ഷഹീദായ സുഹാബിയാണ് ഖൈസമ റളിയല്ലാഹു അൻഹു. കാലിന് മുടന്തുള്ള സുഹാബി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, കൊതിച്ചു പോകുന്നു നബിയേ, അൻ അദ്ഖുലൽ ജന്ന അൻ അളഅ ബിഖദമി ബിഅർജതി ഹാദിഹി അൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് എന്റെ മുടന്തം കാൽ കൊണ്ട് തന്നെ ഒന്ന് ചവിട്ടണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. വേച്ച് നടക്കുന്ന, ശരിക്കും നിവർന്ന് നടക്കാൻ കഴിയുമായിരുന്നില്ലാത്ത മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല ഇളവ് കൊടുത്തിട്ടുണ്ട്. യുദ്ധനിർബന്ധമില്ല, എന്നാലും വേണം, എനിക്കൊന്ന് വരണമെന്ന്, ഷഹീദാവണമെന്ന് കൊതിച്ചു വന്ന് സ്വർഗം വാങ്ങിയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു നെറ്റിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടല്ലേ കടന്നത്, നെറ്റിയിൽ കൈവച്ചുകൊണ്ടാ കടന്നത്. വഫാത്താകുന്ന സമയത്ത് അങ്ങനെയാണ്, പിന്നെ മറവ് ചെയ്തത് അങ്ങനെയാണ്, കഫൻ ചെയ്തത് അങ്ങനെയാണ്. 40 കൊല്ലം കഴിഞ്ഞ് ഉഹദിന്റെ മലയിൽ മഴവെള്ളം വന്ന ഖബർ പുറത്തായപ്പോഴും അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ അങ്ങനെ തന്നെ കണ്ടുവല്ലോ. ശുദ്ധമായ ഹദീസിന്റെ ചരിത്ര അസറുകളുടെ കിതാബുകളിൽ കാണാൻ കഴിയും. അങ്ങനെ തന്നെ 40 കൊല്ലം കഴിഞ്ഞപ്പോഴും കഫൻ പുട പോലും നീങ്ങിപ്പോയിട്ടില്ല. കൈ അങ്ങനെ തന്നെയുണ്ട്. ആ കൈയൊന്ന് നിവർത്തി നോക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കി ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. കാരണം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയും അംർ ഇബ്നു ജമൂഹ് എന്നവരും ഒരു ഖബറിലാണെന്ന് കിടന്നത്. രണ്ടുപേരും ഉഹദിന്റെ ശുഹദാക്കളാണ്. 40 കൊല്ലം കഴിഞ്ഞ് ആ സ്വഹാബിയുടെ കൈ ഞാനൊന്ന് നിവർത്താൻ നോക്കുമ്പോൾ ആ നെറ്റിയിൽ, മുറിവ് തട്ടിയ നെറ്റിയിൽ കൈവച്ച് കിടന്ന കിടപ്പായിരുന്നവത് കൈയെടുത്തപ്പോഴേക്കും, കൈ വലിച്ചപ്പോഴേക്കും ആ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞത് ഞാൻ കണ്ടു എന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ലാ തഹ്സബന്ന الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. അള്ളാഹുവിന്റെ വഴിയിൽ ഷഹീദാകുന്നവർ സ്വർഗപ്രവേശം ലഭിക്കുന്ന മഹത്തുക്കളാണ്. അള്ളാഹുവിന്റെ അടുത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരെന്ന് വിചാരിക്കല്ലേ. ആരാണത്? കാലിന് മുടന്തുണ്ടായിട്ട് പോവേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും ഓടിച്ചെന്നു പോയ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലയോ കയ്യിൽ കാരക്ക് പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ, ഖൂമൂ ഇലാ ജന്നഹ് അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് വരുന്നുണ്ടോ? നബി തങ്ങൾ വിളിച്ചു. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം. സ്വർഗത്തിന്റെ നീളം അവിടെ പറഞ്ഞില്ല, എന്നാ വീതിയെ പറഞ്ഞിട്ടുള്ളൂ. ആകാശഭൂമികളെക്കാളും വിശാലമാണ്. വീതി അത്രയാ, പിന്നെ നീളം പറയണോ? സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചപ്പോഴല്ലേ കയ്യിൽ കിടന്ന ഏതാനും കാരക്കയിലേക്ക് നോക്കിയിട്ട്, പടച്ചവനെ, ഈ കാരക്ക തിന്നു തീർക്കാൻ മാത്രം 2 മിനിറ്റ് ഞാൻ എടുത്താൽ തന്നെ എന്റെ സ്വർഗത്തിലേക്ക് എത്താൻ 2 മിനിറ്റ് ഞാൻ ലേറ്റ് ആകുമല്ലോ. വേണ്ട, കാരക്ക തിന്ന് ഒരൽപ്പം എനർജൈസ് ചെയ്യാൻ ഒരൽപ്പം ഭക്ഷണം
വേണ്ട വേണ്ട, ഇതുപോലും തിന്നാൻ എനിക്ക് ലേറ്റ് ആയിക്കൂടാ, ഞാൻ വേഗം പോകട്ടെ എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടി ഉമൈർ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കസിൻ ജഅഫർ റളിയല്ലാഹു അൻഹു, യാ ജഅഫർ വഷ്ബഹത ഖൽഖി വഖുലുഖി, ജഅഫറേ എന്റെ ശരീരത്തിന്റെ രൂപവും എന്റെ സ്വഭാവ ഗുണങ്ങളും നിങ്ങളിലുണ്ട്, ഞാനത് കാണുന്നു. എന്റെ സ്വഭാവവും എന്റെ ശരീര രൂപവും ജഅഫറേ നിങ്ങൾക്കുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുർത്തയിൽ ഷഹീദായ വിവരം അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുന്നു. ഹബീബായ തങ്ങൾ മദീന മിമ്പറിൽ കയറിയിട്ട് പറയുന്നു, സുഹാബ, മൂസയിൽ എന്റെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ ഷഹീദായി. മൂസയിൽ മഹാനായ സ്വഹാബി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്നിവരും ഷഹീദായിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ മൂസയുടെ യുദ്ധത്തിന്റെ കഥ വിവരിക്കുന്നു. നേരെ പോകുന്നു ജഅഫർ എന്നവരുടെ വീട്ടിലേക്ക്. കൊച്ചുമക്കളുണ്ട്, കൽഫിറാഹ്, പക്ഷിക്കുഞ്ഞുങ്ങളെ പോലെയെന്നാ ഹദീസിൽ കാണാം. ചെറിയ കൊച്ചുമക്കൾ, പറക്കമുറ്റാത്ത മക്കൾ എന്ന് പറയില്ലേ, കൊച്ചുമക്കൾ. ആ മക്കൾ വാപ്പയെ കാത്തിരിക്കുന്നു. വാപ്പയുടെ മുഖം റസൂലുള്ളാഹിന്റെ മുഖമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയുടെ സ്വഭാവം റസൂലുള്ളാഹിന്റെ സ്വഭാവമാണെന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞതാണ്. ഹബീബായ തങ്ങൾ വരുമ്പോ മഹദി അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ, ജഅഫർ എന്നവരുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടെയുണ്ട്. മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു, അസ്മാ, ജഅഫറിന്റെ മക്കൾ എവിടെ എന്ന് ചോദിച്ചപ്പോ ആ കൊച്ചുമക്കളെ ശരിക്കും മുടിയെല്ലാം വാർന്നു കൊടുത്ത് ബാപ്പയെ കാണാൻ വേണ്ടി വിട്ടപ്പോൾ ആ കൊച്ചുമക്കൾ വന്നിരിക്കുന്നത് സ്വന്തം ഉപ്പ ജഅഫർ തങ്ങളാണെന്ന് വിചാരിച്ച് ഹബീബിന്റെ ദേഹത്തേക്ക് കയറിപ്പറ്റിയ നേരം വിധങ്ങളാ തലയിൽ ഇങ്ങനെ തലോടിങ്ങനെ കണ്ണെന്ന് കണ്ണിനീര് വന്നപ്പോ അസ്മാ ബീവി ചോദിച്ചു, നബിയേ, വല്ല വിവരവുമുണ്ടോ ജഅഫറിനെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അല്ലാഹുവിൽ നിന്ന് കൂലി പരീക്ഷിക്കണമേ. ജഅഫർ എന്നവരുടെ 2 കൈയും മുറിക്കപ്പെടുകയാണ് ഉണ്ടായത്, 2 കാലും മുറിക്കപ്പെട്ടിട്ടുണ്ട്. ജഅഫർ എന്നവരുടെ 2 കൈകൾ മുറിക്കപ്പെട്ടപ്പോ ആ മുറിപോയ കൈകൾക്ക് പകരം അല്ലാഹു പറക്കാൻ 2 ചിറകുകൾ നൽകിയതും ആ ചിറകുകളിൽ രക്തത്തിന്റെ കറയുണ്ട്. ആ ചിറക് കൊണ്ട് ജഅഫർ എന്നവർ സ്വർഗത്തിൽ പറക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. എത്ര പേരാണ് സ്വർഗം കണ്ടുപോയത് ഇവിടുന്ന്? എത്ര പേരാണ് സ്വർഗം കൊതിച്ചു പോയത്, ആഗ്രഹിച്ചു കൊണ്ടുപോയത്? എത്ര പേരാണ്? നഫീസത്തുൽ മിസ്രിയ, നഫീസ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുമ്പോ, നോമ്പ് നോറ്റ് കിടക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നപ്പോഴാണ് മഹദി പറഞ്ഞത്, വേണ്ട 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 വേണ്ട, സഅൽതുല്ലാഹ 30 സന, 30 വർഷമായി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ അദ്രികിനിൽ മൗത് വഅന സ്വായിമ, ഞാൻ നോമ്പെടുത്തിട്ട് വേണം എനിക്ക് മരിക്കാൻ, മരിക്കുമ്പോൾ നോമ്പ് വേണം, മരിക്കാൻ കിടക്കുമ്പോൾ നോമ്പ് വേണം, അതുകൊണ്ട് നോമ്പ് മുറിക്കില്ല എന്ന് സൂര്യാസ്തമയത്തിന്റെ വഫാത്താകുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ ശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിയിട്ടാണ് മരിക്കുന്നത്. ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്, ഖുൽ ലിമൻ മാ ഫിസ് സമാവാതി വൽ അർദ്, ഖുൽ ലില്ലാഹ് കതബ അലാ നഫ്സിഹി റഹ്മഹ. പറയണേ നബിയെ, ചോദിക്കൂ നബിയെ, ആർക്കുള്ളതാണ് സ്വർഗലോകം, ആർക്കുള്ളതാണ് ഈ ഭൂമി ലോകം, ആരുടേതാണ് പ്രപഞ്ചം, ആരുടേതാണ് ഭൂമി, ആരുടേതാണ് നക്ഷത്രം, ആരുടേതാണ് സൂര്യൻ, ആരുടേതാണ് ചന്ദ്രൻ? ചോദിക്കൂ നബിയെ, മറുപടി കൊടുക്കണം. ഇത് അല്ലാഹുവിനുള്ളതല്ലോ, ഇത് അല്ലാഹുവിനുള്ളതല്ലോ, ഇത് അല്ലാഹുവിൻ്റെതാണ്. അല്ലാഹു സ്വന്തം നഫ്സിന്, സ്വന്തം ദാത്തിന് അല്ലാഹു കാരുണ്യം നിർബന്ധമാക്കിയവനാണ്. അല്ലാഹു കരുണാമയനല്ലയോ, അവൻ കരുണ ചെയ്യുമെന്ന് ഉറപ്പു പറഞ്ഞവനാണ്. പിന്നെ ഒരു ശബ്ദം, മരണത്തിലേക്കുള്ള പോക്കായിരുന്നു അത്. എന്റെ റബ്ബിന്റെ കരുണ എന്നെ കാത്തിരിക്കുന്നു. അവസാനം പറഞ്ഞ വാക്ക് അർ-റഹ്മ. അങ്ങനെയാണ് നഫീസ റളിയല്ലാഹു അൻഹ ബിൻതുൽ ഹസൻ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് കണ്ടുകൊണ്ടാണ്, കൊതിച്ചുകൊണ്ടാണ്.
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് വെക്കാൻ പോകുമ്പോഴാണ് ഒരു കടലാസിന്റെ കഷ്ണം പോലോത്തത്, ഒരു തോൽ കഷ്ണത്തിൽ എഴുതി വെക്കപ്പെട്ട എന്തോ ഒരു കടലാസ് ഖബറിലേക്ക് വരുന്നു. ആ കടലാസ് എടുത്ത് നോക്കുമ്പോൾ ഹാദാ ഫിദാഉക മിനന്നാർ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിതനാണെന്ന് അല്ലാഹു അറിയിക്കുന്ന അറിയിപ്പാണത്. ആ കടലാസ് വെച്ചുകൊണ്ടാണ്, തോൽ കഷ്ണം വെച്ചുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഖബർ മൂടി വെക്കുന്നത്. അതിന്റെ അകത്ത് ഖബറിലേക്ക് ആരും കൊണ്ടുവന്നെറിഞ്ഞതല്ല, ഖബർ കുഴിച്ചപ്പോഴേക്കും അവിടെ പ്രത്യക്ഷപ്പെട്ട കടലാസിന്റെ കഷ്ണം ഹാദാ ഫിദാഉക മിനന്നാർ. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഖുർആനിന്റെ ഹിഫ്ള് നടത്തിയ, വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കുകയും ഖുർആനിന്റെ അഹ്കാമുകൾ പഠിക്കുകയും ഫിഖ് പഠിക്കുകയും ചെയ്ത നബി തങ്ങളുടെ കുടുംബത്തിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട് ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ 11 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോഴാണ് ഒരു പക്ഷി ആ ഖബറിന്റെ അരികത്തേക്ക് വന്നിരുന്നത്. എത്ര ആട്ടിപ്പറഞ്ഞയച്ചിട്ടും ആ പക്ഷി പോകുന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആ ഖബറിലേക്ക് വെക്കുമ്പോഴല്ലേ അശരീരി കേൾക്കുന്നത് ആരോ ഓതുന്ന പോലെ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിൽ ആശ്വാസം പൂണ്ടിരിക്കുന്ന ശരീരമേ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുകയും അല്ലാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും അത് പറയാൻ അല്ലാഹുവിന് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുകയും അല്ലാഹു ചെയ്യണമെന്ന് പറഞ്ഞത് കൃത്യമായി ചെയ്യുകയും ഇത് റബ്ബിന്റെ ലോകമാണെന്ന് മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ അധികാര ലോകത്ത് അവൻ പറഞ്ഞതല്ലേ കേൾക്കേണ്ടത് എന്ന് ചിന്തിച്ച് ജീവിച്ച് അല്ലാഹുവിൽ തൃപ്തിയടഞ്ഞ ശരീരമേ, ഉദ്ഖുലീ ഫീ ഇബാദി, എന്റെ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങ് വന്നേക്കണം. ഫദ്ഖുലീ ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങ് പോന്നോളൂ എന്ന് സ്വർഗത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ത്വായിഫിൽ മറവ് ചെയ്യുന്നത്. വഫാത്തിന്റെ ശേഷം ആ കൊച്ചു പക്ഷി അവിടെ തന്നെ വന്നിരിക്കും ഖബറിന്റെ മീതെ. മഹാത്ഭുതമായി നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. സ്വഹാബിമാർ പറയും, ഇബ്നു അബ്ബാസ് തങ്ങൾ വഫാത്തായപ്പോൾ മറവ് ചെയ്തപ്പോ ആ ഖബറിന്റെ അരികത്ത് പക്ഷി ഇങ്ങനെ വന്നിരിക്കും. 2 ദിവസമായി, 3 ദിവസമായി, 5-6 ദിവസം കഴിഞ്ഞപ്പോ ആ പക്ഷി അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു, പറന്നു പോകും, വീണ്ടും വരും, അവിടെ തന്നെ ഇരിക്കും. പിന്നെ കാണുന്നത് ആ പക്ഷി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മീതെ ചത്തുകിടക്കുന്നതാണ്. ആ പക്ഷിയെ എടുത്ത് ഈ മഹാന്റെ തൊട്ടരികത്ത് മറവ് ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ സാക്ഷി പറയുന്നു. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ, സ്വർഗം അല്ലാഹു നൽകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നവരെ കാണാൻ, കൂടെ ഇരിക്കാൻ ജീവജാലങ്ങൾക്ക് പോലും ആഗ്രഹമായി അവർ പോലും കൊതിച്ചു പോവുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്. അതുകൊണ്ട് മുഅ്മിനേ, നമുക്കും ഏതാനും ചില അമലുകൾ വേണം സ്വർഗം കടക്കാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സബഖൽ മുഫർരിദൂൻ ഖാലൂ മനിൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, മുഫർരിദീങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് വേഗം കടന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോ ആരാ നബിയെ മുഫർരിദൂൻ എന്ന് പറയുന്നത്? قال الذاكرون الله كثيرا والذاكرات, അല്ലാഹുവിനെ ഒരുപാട് ഓർക്കുക, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ, അടുക്കളയിൽ ജോലി ചെയ്യാൻ, റമദാനിന് വേണ്ടി ഭക്ഷണം, നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാരെ നാവുകളിൽ ദിക്റാവാം. സുബ്ഹാനല്ലാഹ് ഒന്ന് തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി നാവിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ പുണ്യമല്ലയോ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ കിച്ചണിലാണ്, നിങ്ങൾ വർക്ക് ഏരിയയിലാണ്, ഭക്ഷണം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള അവരുടെ പരിപാലനത്തിലാണ്. എന്നാലും ദിക്ർ ചൊല്ലാൻ പറ്റുന്നിടത്തെല്ലാം ചൊല്ലിക്കൂടെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ.
സബഖൽ മുഫർരിദൂൻ നാവുകൾ ദിക്ർ നിരന്തരമായി കൊണ്ടു നടന്ന് ദിക്ർ പരിചയിച്ചു പോയവർ അവര് വിജയിച്ചു എന്ന് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറഞ്ഞു, ഒരു കൊച്ചു ദിക്ർ നാം സദസ്സിന് വേണ്ടി കൈമാറുകയാണ്, റമളാനിന്റെ ഒരു സമ്മാനമായി കൊണ്ടുപോകാൻ. മൻ ഖാല ഹബീബ് പറയുകയാണ്, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി എന്ന് ആരെങ്കിലും ഒരു തവണ പറഞ്ഞാൽ സ്വർഗീയ മരം, സ്വർഗീയമായ ഈത്തപ്പൻ അല്ലാഹു അവർക്കവിടെ നട്ടുവെക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി ഒരൊറ്റ തവണ ഒന്ന് പറയല്ലേ, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി. നമുക്കറിയാം, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാനി ഹബീബതാനി ഇലർ റഹ്മാനി തഖീലതാനി ഫിൽ മീസാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. നാളെ കനം തൂങ്ങുന്ന ദിക്റാണത്. തുലാസിൽ കനം തൂങ്ങുന്നത്, നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ളത്. നമ്മൾ എത്ര തവണ കേട്ടവരാണ്, അറിഞ്ഞവരാണ്, മറന്നുപോയി, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പകർത്തിയിട്ടില്ല. രാവിലെയും വൈകുന്നേരവും അത് വർദ്ധിപ്പിക്കാൻ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തുലാസിൽ കനം തൂങ്ങുന്നത്. ഈ പറഞ്ഞ ദിക്ർ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സ്വർഗപ്രവേശമുണ്ടെന്നാണ് അതിനർത്ഥം. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദി എന്ന് ഒരാൾ പറഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഈത്തപ്പന നട്ടുകൊടുക്കുമത്രേ. വലിയ ഭാഗ്യമല്ലേ? സുബ്ഹാനല്ലാഹ് അർത്ഥം എന്താണ്? റബ്ബേ, നീ പരിശുദ്ധനാണല്ലോ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു തമ്പുരാനെ. അൽ അസീം, നീ മഹോന്നതനല്ലയോ റബ്ബേ. വബിഹംദിഹി, നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ, എനിക്ക് തന്നതെല്ലാം നീ തന്നെ. എന്റെ ജീവിതം, എന്റെ ആരോഗ്യം, എനിക്ക് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, കൂട്ടുകാർ, കുടുംബം, ബന്ധുക്കൾ, മാതാപിതാക്കൾ, മക്കള്, ഭാര്യ, ഭർത്താവ്, എല്ലാം അല്ലാഹുവേ നീ തന്നതല്ലയോ, നിനക്ക് സ്തുതി. എന്റെ ദുനിയാവും ആഖിറവും നീ തരുന്നത്, നിനക്ക് സ്തുതി. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദി. മുത്തനബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നുകൂടെ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 10 മറാത്തിൻ ബുനിയത് ലഹു ബൈതുൻ ഫിൽ ജന്നഹ്. സ്വർഗത്തിലൊരു വീട് വെക്കുക. ഇവിടെ വീട് കിട്ടാൻ വലിയ പണിയാണ്. ആദ്യം ഭൂമി വാങ്ങണം. റിയൽ എസ്റ്റേറ്റ് പറഞ്ഞു അതിന്റെ വില എത്രയാണ് ഇപ്പോൾ, ആർക്കും എടുക്കാൻ പറ്റാത്ത വിലയായി. പിന്നെ വീട് പണി തീരുമ്പോഴേക്കും മരിക്കാറാവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവസ്ഥ. സ്വർഗത്തിലൊരു വീട് കിട്ടാൻ വളരെ എളുപ്പമാണ്. 10 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയെ, എന്നാ പിന്നെ ഞങ്ങൾ ഓതാൻ തീരുമാനിച്ചിട്ടോ, ഞങ്ങൾ വീടൊക്കെ സ്വർഗത്തിൽ കുറെ എണ്ണം കൂടും, ഞങ്ങൾ തീരുമാനിച്ചു നബിയെ. ആര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമർ എന്നവരെ, അതിനൊന്നും പേടിക്കണ്ട, ചൊല്ലിക്കോളൂ, വല്ലാഹു അസീദു അക്സറു. അല്ലാഹു നിങ്ങൾ എത്ര ചൊല്ലുന്നുണ്ടോ അത്രക്ക് അല്ലാഹുവിന് തരാനൊരുക്കമാണ്. അല്ലാഹുവിന്റെ ലോകം ചെറുതല്ലല്ലോ, അല്ലാഹുവിന്റെ ലോകം വലുതല്ലേ. ഏറ്റവും സ്ഥാനം കുറഞ്ഞവർക്ക് തന്നെ കൊടുക്കുന്നത് ഈ ലോകത്തിന്റെ 2 ഇരട്ടിയല്ലേ. അവിടെ വീട് വേണ്ടേ? ഒരു പറമ്പ് വാങ്ങിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ഒന്നുമില്ല, ഒരു അനുഭവമില്ല. നമ്മൾ അങ്ങനെയല്ല ഒരു അനുഭവമില്ല എന്ന് പറയില്ലേ. ഒന്നുമില്ല, തെങ്ങില്ല, കൃഷിയില്ല, ഒന്നുമില്ല, വെറുതെ കൊട്ടപ്പറമ്പായി കിടക്കുന്നു, വീടില്ല. വല്ല കാര്യമുണ്ടോ? ഒരാൾക്ക് വീടെന്നില്ല എന്ന് വിചാരിക്കും. വീടുണ്ടായിട്ട് ഒരു പറമ്പുണ്ടായി, അതിനെ പറ്റിയല്ല. ആകെയുള്ളതൊരു പറമ്പാണ്. അവിടെ വീട് വേണ്ടേ? കുറേ വീടുകൾ ഉണ്ടാവുന്ന തെങ്ങ് ചൊല്ലിയാൽ. തങ്ങൾ പറയുമായിരുന്നു, മൻ സ്വല്ലലില്ലാഹി 12 റകഅതൻ തതവ്വുഅൻ, സുന്നത്തായി 12 റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു തആല ഇങ്ങനെ ഒരു വീട് പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 12 റകഅത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ വേറെയുമുണ്ട്. ഈ പറയുന്ന 12ന്റെ മുമ്പും ശേഷമൊക്കെ ആയിട്ട് വേറെയുമുണ്ട്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ ഈ 12 റകഅത്തൈൻ ഖബ്ലൽ ഫജ്ർ, സുബ്ഹിന്റെ മുമ്പ് 2, وأربعا قبل الظهر, ളുഹറിന്റെ മുമ്പ് 4, വറകഅതൈൻ ബഅദഹാ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് 2. എത്രയായി? സുബ്ഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2. എത്ര എത്തേണ്ടത്? 12. ഇപ്പൊ എത്രയായി? 8ആയി. വറകഅതൈൻ ബഅദൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ 2. വറകഅതൈൻ ബഅദൽ ഇശാ, ഇശാഇന്റെ ശേഷം 2.
അസറിന്റെ മുമ്പൊക്കെ സുന്നത്തുണ്ടെന്നാണ്, 2 ഉണ്ടെന്നും 4 ഉണ്ടെന്നും എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഇശാഇന്റെ മുമ്പും മഗ്രിബിന്റെ മുമ്പൊക്കെ സുന്നത്തുണ്ടെന്നൊക്കെ കാണാൻ ഹദീസിൽ കാണാൻ പറ്റും. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ സ്വർഗ്ഗത്തിൽ അല്ലാഹു വീട് തരും എന്ന് പറഞ്ഞ 12 റക്അത്ത് സുന്നത്ത് ഈ പറഞ്ഞവയാണ്. സുബ്ഹിന്റെ മുമ്പ് 2, ദുഹറിന്റെ മുമ്പ് 4, ദുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. വനല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സ്വർഗ്ഗത്തിൽ വീട് പണിത് കൊടുക്കുമത്രേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻ തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. അമലുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കുന്നത്. ഇസ്ലാം അല്ലാഹുവിന്റെ ദീൻ മഹോന്നതമാണ് നമുക്കറിയാം. എന്നിട്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാതിരുന്നവർ നാളെ എന്റെ നഷ്ടമേ എന്റെ നഷ്ടമേ എന്ന് പറഞ്ഞ് നാളെ വിലപിക്കും അത്രേ. അല്ലാഹു അത്തരം സങ്കടങ്ങൾ വരുന്ന ആ അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി പറയാൻ പോകുന്നതാണ് സ്വർഗത്തിലെ വിഐപികൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. അതൊന്ന് സ്വലാത്ത് ചൊല്ലുന്ന ഫ്രഷ് ആയിരുന്ന് നമ്മൾ ആ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു റഹ്മാനായ റബ്ബ് നാളെ സ്വർഗ്ഗലോകത്ത് കൊടുക്കാൻ പോകുന്ന ഏറ്റവും മഹോന്നതമായ പ്രതിഫലം ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. നാളെ സ്വർഗ്ഗലോകത്ത് വരുമ്പോൾ ചില മുഖങ്ങൾക്ക് പ്രകാശമുണ്ട്, മനോഹരമായ പ്രകാശമുണ്ട്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിന്റെ തിരുദാത്തിലേക്ക് നോക്കി മുഖങ്ങളിൽ പ്രകാശമുള്ള ആളുകളും സ്വർഗ്ഗലോകത്തുണ്ടത്രേ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ആ ഭാഗ്യം നൽകണേ തമ്പുരാനെ. സ്വർഗ്ഗലോകത്ത് ശാരീരികമായി സുഖങ്ങളുണ്ട്, ആത്മീയമായി സുഖങ്ങളുണ്ട്. കാരണം ശരീരവും ആത്മാവുമുള്ള ലോകമാണ് സ്വർഗം. ക്രിസ്ത്യാനികളൊക്കെ പറയും ഇസ്ലാമിനെ പറ്റി, നിങ്ങൾ എന്താ അവിടെ കുടുംബമുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മദ്യമുണ്ട്, പുഴയുണ്ട്, പാലുണ്ട്, അതൊക്കെ ഉണ്ട്. ശരീരത്തോടു കൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നത്. ശരീരമുണ്ട്, ആത്മാവുണ്ട്. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അവിടെയുണ്ട്, ആത്മാവിന്റെ ആഗ്രഹം അവിടെയുണ്ട്. ആത്മാവ് അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നതാണ്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അല്ലാഹുവിന്റെ സവിശേഷമായ സൃഷ്ടിയാണ് റൂഹ്, ആത്മാവ്. അതിന് അല്ലാഹുവിനെ കാണാൻ കൊതിയാകും. ദുനിയാവിൽ കൊതി വരുന്നുണ്ട്. അതുകൊണ്ടാണ് പാപങ്ങൾ ചെയ്യുമ്പോൾ വിറ വരുന്നത്. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുമ്പോൾ പേടി വരുന്നത്. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത മനസ്സ് പിടക്കുന്നത്. ആത്മാവ് ഖൽബിന്റെ ഉള്ളിൽ, അല്ലാഹു ശരീരത്തിനുള്ളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ആത്മാവ് പിടക്കുമ്പോഴാണ്. അതിന് കാണണം അല്ലാഹുവിനെ, അതിനിരിക്കണം അല്ലാഹുവിന്റെ ചാരത്ത്. ആ മഹാഭാഗ്യം സ്വർഗത്തിലെ ഇല്ലിയീൻ എന്ന് പറയുന്ന ജന്നത്തുൽ ഫിർദൗസിന്റെ ഭാഗത്താണ് അല്ലാഹു സ്വർഗത്തിൽ വരുന്ന സത്യവിശ്വാസികൾക്ക് ആ സൗഭാഗ്യം നൽകുന്നത്. അല്ലാഹു നമുക്കത് നൽകട്ടെ. ജന്നത്തുൻ നഈം എന്നൊരു സ്വർഗം അതിന്റെ ഇടക്കുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ജന്നത്തുൻ നഈമി ബൈനൽ ഫിർദൗസി വ ബൈന ജന്നത്തി അദ്ൻ. ജന്നത്തു അദ്നിന്റെയും ജന്നത്തുൽ ഫിർദൗസിന്റെയും ഇടയിലാണ് ജന്നാത്തുൻ നഈം. ഫീഹാ അസ്വാജും മിൻ വറദിൽ ജന്ന. സ്വർഗത്തിന്റെ പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട സുന്ദരിമാർ അവിടെ ചില ആണുങ്ങൾക്ക് ഭാര്യമാരായി ജന്നാത്തുൻ നഈമിൽ അല്ലാഹു വേറെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണതെന്നറിയുമോ? ലിമൻ, ഒരാൾക്കാണ്. ഖാറബൽ മഅസിയ, തിന്മയോടടുത്തപ്പോൾ, തെറ്റ് ചെയ്യാനടുത്തപ്പോൾ, വ്യഭിചാരത്തിന്റെ വക്കോളം എത്തിയപ്പോൾ, റാഖബല്ലാഹ്, എന്നെ അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച്, അല്ലാഹുവിനെ വിചാരിച്ച് പേടിച്ച് പിന്മാറിയ ഒരാണിന്, വ്യഭിചാരത്തിന് പിന്മാറിയ ഒരു പെണ്ണിന് സ്വർഗീയമായ ഇണകൾ അല്ലാഹു നൽകുന്ന ലോകമാണ് ജന്നത്തുൻ നഈം. അത് ഫിർദൗസിന്റെയും ജന്നത്തു അദ്നിന്റെയും ഇടയിലാണെന്ന് മഹാനായ അല്ലാമ മാലിക് ഇബ്നു ദീനാർ
റളിയല്ലാഹു തആല അൻ. അതിനപ്പുറത്തേക്ക് കടക്കുന്നു ജന്നത്തുൽ ഫിർദൗസ്. വിവാദങ്ങൾ പറഞ്ഞു സല്ലല്ലാഹുൽ ഫിർദൗസൽ അലാ. ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തിന്റെ ഉന്നതം തരണമെന്ന് ചോദിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ജന്നാതികൽ ഉലാ. റബ്ബേ, നിന്റെ ഉന്നതമായ സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവിടെ വെച്ച് നിന്നെ കാണാനുള്ള മഹാഭാഗ്യമെന്ന സ്വർഗ്ഗലോകത്തിന്റെ ഏറ്റവും വലിയ ആനന്ദവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വമർബിൻ മിൻ മിസാലി ഫയൻസൗന النعيم إذا رأوه فيا خسران أهل الاعتزال يراه المؤمنون بغير كيف. സത്യവിശ്വാസികൾ അല്ലാഹുവിനെ കാണും ബിഗൈരി കൈഫ്. How is it? എങ്ങനെയാണത്? You can't explain. Unconceivable, inconceivable. നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ കാണും എങ്ങനെ അറിയില്ല. കരീമുല്ലാഹി മൂസ നബിയാണ് സീനായിലൂടെ കടന്നു പോകുമ്പോ സീനാ മലയിൽ വെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൗത്ത് കേട്ടത്, ശബ്ദം കേട്ടത്. നമുക്കറിയാം സയ്യിദന കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മഹാനവറുകളോട് അല്ലാഹു സംസാരിച്ചു എന്ന് പറയുന്ന വൃക്ഷം ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരേപോലെ വളരെ ബഹുമാനത്തോടെ കാണുന്ന 3000 വർഷം പഴക്കമുള്ള ഒരു കൊച്ചു ചെടി ഇന്നും പച്ച പിടിച്ചവിടെ നിൽക്കുന്നുണ്ടല്ലോ. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു. ആ സ്ഥലമാണ് സെന്റ് കാത്തറീൻ എന്ന് പറയുന്ന സിറ്റി. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിമധ്യേ മൂസാ നബിയോട് ചോദിച്ചു, റബ്ബി അരിനീ അൻദുർ ഇലൈക്. നിന്നെ ഒന്ന് കാണിച്ചു താ റബ്ബേ, കാണാൻ കൊതിയാവുന്നു റബ്ബേ, ഒന്ന് കാണിച്ചു തരുമോ? മൂസാ നബി ചോദിക്കുകയാണ് അല്ലാഹുവിനോട്, റബ്ബി അരിനീ, നീ തന്നെ കാണിച്ചു തരണം റബ്ബേ, ഞാൻ നോക്കിയാൽ കാണില്ല. കാരണം നിന്റെ മുമ്പിലുണ്ട് ഹുജുബുൻ, പ്രകാശത്തിന്റെ മറകൾ നിന്റെ മുമ്പിലുണ്ടല്ലോ റബ്ബേ, നിന്നെ ഒന്ന് കാണിച്ചു തരുമോ? നീ എങ്ങനെയാണ്, നിന്റെ ദാറ്റ് എന്താണെന്ന് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം സുബ്ഹാനക യാ റബ്ബ്, പരിശുദ്ധനാണല്ലോ റബ്ബേ നീ. പക്ഷേ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കാനും കഴിയുന്നവനല്ലയോ നീ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ റബ്ബേ തുദ്രികുൽ അബ്സാർ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കാണിച്ചു താ റബ്ബേ. മൂസാ നബിയോട് അല്ലാഹുവിന്റെ മറുപടി എന്താ വന്നത്? ഉൻദുർ ഇലൽ ജബൽ, പർവതത്തിലേക്ക് നോക്കൂ മൂസാ നബിയേ, ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. ആ പർവതം അവിടെ തന്നെ നിലനിന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസാ സൈഖാ. ആ പർവതം പൊടിപൊടിയായി പോയി. സീനാ മലയുടെ തൊട്ടരികത്ത് മൺകൂനയായി മണൽക്കൂനയായി നിൽക്കുന്ന കൊച്ചു പർവ്വതമുണ്ട്. അതായിരിക്കണം ഈ പർവ്വതമെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, അവിടുത്തെ ഗവേഷകന്മാർ പറയുന്നു. മൂസാ നബിക്ക് കാണാൻ പറ്റിയില്ലല്ലോ അല്ലാഹുവിനെ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങൾ നാളെ അല്ലാഹുവിനെ കാണും. മൂസാ നബിയോട് ലൻ തറാനി എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും അത്രയേ ഉള്ളൂ, ഈ ലോകത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല. പരലോകത്ത്, ഈ ലോകത്ത് നബി അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളല്ലാതെ മറ്റാരും അല്ലാഹുവിനെ കണ്ടിട്ടുമില്ലല്ലോ. നാളെ കാണുമത്രേ. ഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ആരെങ്കിലും തോളിൽ ചാടി നിന്ന് എത്തി നോക്കാറുണ്ടോ? വല്ല പ്രയാസവുമുണ്ടോ ആകാശത്തേക്ക് നോക്കി പൂർണ്ണചന്ദ്രനെ കാണാൻ? ഇല്ല നബിയേ, ഇല്ല. എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നിങ്ങളോട് അല്ലാഹു ഡയറക്റ്റ് സംസാരിക്കുന്ന ഒരു സമയം വരും. ഒരു പരിഭാഷകനില്ലാതെ, ഒരു ദ്വിഭാഷയില്ലാതെ, ഒരു മുബല്ലിഗില്ലാതെ അല്ലാഹു ഡയറക്റ്റ് നിങ്ങളോട് സംസാരിക്കുന്ന അവസ്ഥ നാളെ പരലോകത്ത് വരാനുണ്ടെന്ന് സന്തോഷ വാർത്ത തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ജാബിർ, ജാബിറേ, ജാബിറേ, പേടിക്കല്ലേ ജാബിറേ, വിഷമിക്കല്ലേ.
വമാ മിൻ അബ്ദിൻ, ഏതൊരു അടിമയോടും അല്ലാഹു നാളെ സംസാരിക്കും. വലഹു തർജുമാൻ, ആ മനുഷ്യനും അല്ലാഹുവിനും ഇടയിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരിക്കും. എന്നാൽ ജാബിറേ, നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു സംസാരിച്ചത് ഇടനിലക്കാരനില്ലാതെയാണ്. ജാബിറേ, നിങ്ങളുടെ ഉപ്പയോട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ദുനിയാവിലെ വഫാത്തോടുകൂടെ തന്നെ അനുഭവിച്ചു പോയ സ്വഹാബിമാർ എത്രയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ സ്വർഗവാസികളും സ്വർഗത്തിൽ കടന്ന് ആനന്ദിച്ച് സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം അങ്ങോട്ട് ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജന്നാതു അദ്ൻ, കുടുംബക്കാര് കൂടെ ഉണ്ടാവുന്ന അല്ലാഹു പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ കൂടെ. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് പോകും. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, നന്മ ചെയ്ത വാപ്പമാർ കൂടെ ഉണ്ടാകും. മക്കൾ നന്നായിരുന്നു, വാപ്പകളുടെ കുടിയനായിരുന്നു, ആ വാപ്പയല്ല. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, സ്വർഗലോകത്തേക്ക് അവരെല്ലാം കടന്നു ചെല്ലും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, നന്മ ചെയ്ത വാപ്പമാർ, വഅസ്വാജിഹിം, നന്മ ചെയ്ത ഭാര്യമാര് കൂടെ ഉണ്ടാകും. മഗ്രിബായ സീരിയലിന് മുമ്പിലിരിക്കുന്ന ഭാര്യയല്ല. സിനിമ കഥ മുഴുവൻ അറിയാം, ഹബീബിന്റെ സ്വഹാബിയെ അറിയില്ല, വിധങ്ങളുടെ ഭാര്യമാരറിയില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അറിയില്ല. അങ്ങനത്തെ പെണ്ണുങ്ങളല്ല. അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന നന്മ ചെയ്ത പെണ്ണുങ്ങളും കൂടെയുണ്ട്. വദുർരിയാതിഹിം, മക്കളും കൂടെ ഉണ്ടാകും. ആരൊക്കെയെന്ന് പറഞ്ഞതിപ്പോ സ്വർഗത്തിൽ അവർ കിടക്കും. ആര് കൂടെയുണ്ട്? ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, ആങ്ങളയുണ്ട്, പെങ്ങളുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, പിന്നെ ഭാര്യയുണ്ട്. വദുർരിയാതിഹിം, നല്ല മക്കളുണ്ട്. വാപ്പ നല്ല ആബിദാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന വാപ്പയാണ്. മകന് മയക്കുമരുന്നില്ലാതെ കണ്ണു തുറക്കാൻ കഴിയില്ല. ആ മക്കളെ കുറിച്ചല്ല ഈ പറയുന്നത്. വാപ്പ നല്ല വാപ്പയാണ്, ഉമ്മ നല്ലൊരു ഉമ്മയാണ്. മക്കളെ നന്നാക്കണേ എന്ന് അല്ലാഹുവിനോട് കണ്ണുരുകി കണ്ഠമിടറി റബ്ബിനോട് പാതിരാവുകളിൽ ദുആ ചെയ്യുന്ന, മുസല്ല വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുണ്ട്. എന്നാൽ കള്ളു കുടിച്ചല്ലാതെ വീട്ടിലേക്ക് കടന്നു വരാൻ അറിയാത്ത മക്കളുണ്ട്. അല്ലാഹുമ്മ സുലിഹ്നാ വസുലിഹ് ശബാബനാ വഉമ്മതനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, യുവജനങ്ങളെ, ഈ ഉമ്മത്തിനെ നന്നാക്കി തരണേ തമ്പുരാനെ. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, സ്വർഗത്തിലേക്ക് അവർ വരും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, വാപ്പമാരുമ്മമാര്, വഅസ്വാജിഹിം, ഭാര്യ ഭർത്താക്കന്മാർ, വദുർരിയാതിഹിം, നന്മ ചെയ്തവരായ മക്കള്, നന്മ ചെയ്ത ഉമ്മ വാപ്പ, നന്മ ചെയ്തവരായ ഭാര്യ ഭർത്താക്കന്മാർ, ഇവരൊക്കെ കൂടെയുണ്ട്. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ വാതിലിലൂടെയും വന്ന് മാലാഖമാർ വന്നിട്ട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്കിവിടെ സമാധാനമാണ് കേട്ടോ, ഒന്നും പേടിക്കണ്ട, നിങ്ങൾക്കിവിടെ സമാധാനമാണ്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ഒരുപാട് ക്ഷമിച്ചില്ലേ, കുറെ ക്ഷമിച്ചില്ലേ, ഒരുപാട് ക്ഷമിച്ചല്ലേ, ദുനിയാവിൽ കുറെ കഷ്ടപ്പെട്ടില്ലേ, ആ കഷ്ടപ്പാടെല്ലാം ക്ഷമിച്ചതിന് ഫനിഅമ ഉഖ്ബദ്ദാർ, കാരുണ്യവാൻ നൽകുന്ന പ്രതിഫലം എത്ര മനോഹരമാണ്. പേടിക്കണ്ട, സലാമുൻ അലൈക്കും, ഇവിടെ സമാധാനമാണ്. മുഅ്മിനീങ്ങൾ സമാധാനത്തിൽ കഴിയാണ്. ആദ്യമായി അല്ലാഹു മുഅ്മിനീങ്ങളോട് പറയുന്ന വാക്കും സലാം തന്നെയല്ലോ. ഇദാ ബിൽ മുനാദി യുനാദി, ഫിർദൗസിലേക്ക് കടന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു വിളിക്കുന്നു. സ്വർഗ്ഗവാസികൾക്ക് എല്ലാവർക്കും എല്ലാ സമയവും അല്ലാഹുവിനെ കാണാൻ കഴിയുന്നവരല്ല. അല്ലാഹുവിനെ ഒരുപാട് തവണ കാണാൻ ഭാഗ്യമുള്ളവർ ഇല്ലീൻ എന്ന സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരാണ്. അല്ലാഹുവിനെ ആഴ്ചയിൽ ഒരിക്കൽ കാണുന്നവരുണ്ട്, ദിവസത്തിൽ ഒരു തവണ കാണുന്നവരുണ്ട്, ഒരു ദിവസം രണ്ടു നേരം കാണാൻ ഭാഗ്യമുള്ളവരുണ്ട്. ഒത്തിരി വിധങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ കണ്ടാൽ പിന്നെ കണ്ണെടുക്കാൻ നോക്കില്ല, കണ്ണിമ വെട്ടാതെ അല്ലാഹുവിന്റെ തിരുനാത്ത്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്, അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. കണ്ടാൽ പൂതി തീരില്ല വിധങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. എല്ലാ അനുഗ്രഹം മറന്നു, ചായ കുടിക്കാൻ മറന്നു,
കുടുംബത്തിലേക്ക് പോകാൻ മറന്നു, എല്ലാം മറന്നു പോകും, എല്ലാം മറന്നു അല്ലാഹുവിനെ നോക്കി ഇങ്ങനെ കണ്ടിരിക്കും. അപ്പോഴാണ് മാലാഖമാർ വിളിക്കുന്നത്, ഇന്ന റബ്ബക്കും തബാറക വതആല യസ്തസീറുക്കും ഫഹയ്യ അലാ സിയാറതി. അല്ലാഹു നിങ്ങളെ സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട്, നിങ്ങളെ വന്ന് കാണണമെന്ന് പറയുന്നുണ്ട്, അല്ലാഹു നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരണം, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാം. സ്വർഗ്ഗലോകത്ത് വിളിച്ചു പറയും, അല്ലാഹുവേ ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. പാപികളും ദോഷികളും പാപങ്ങളെമ്പാടും ചെയ്തു കൂട്ടിയവരാണ്. اللهم إنا عبادك الضعفاء المقصرون المذنبون اللهم تغمدنا برحمتك وفضلك يا رب العالمين اللهم اجعلنا من عتقائك من النار اللهم أدخلنا الجنة مع الأبرار. അല്ലാഹു നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളെ വരണം വരണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സമഅൻ വതആ, കേട്ടു കേട്ടു ഞങ്ങൾ അനുസരിച്ചു വരികയാണ്. അല്ലാഹു ഞങ്ങളെ കാണണമെന്നുണ്ടോ, ഞങ്ങൾ വരുന്നു. എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുകയായി, എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്ന അവിടുന്ന് മുബാദിരീന. അപ്പോഴാണ് അവർക്ക് യാത്ര പോകാൻ മുന്തിയ തരം വാഹനങ്ങൾ റെഡിയാണ്. ഇച്ചിരി ദൂരം പോവാനുണ്ട്, വാഹനങ്ങൾ റെഡിയാണ്. എല്ലാവരോടും കയറാൻ വേണ്ടി പറയുന്നു. അങ്ങനെ മനസ്സിൽ കണ്ടു നോക്കൂ, അല്ലാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്നു. എല്ലാവരും എഴുന്നേറ്റു പോകാം. അപ്പോഴേക്കും വാഹനം റെഡിയാണ് കടന്നു പോകാൻ. ആ വാഹനത്തിലേക്ക് അവർ കയറുന്നു. ആ വാഹനപ്പുറത്ത് വളരെ പെട്ടെന്ന് യാത്ര തുടങ്ങുകയായി. അങ്ങനെ സ്വർഗലോകത്തിന്റെ ഒരു താഴ്വരയുടെ പേരാണ് അൽ വാദിൽ അഫിയഹ്. അൽ വാദിൽ അഫിയഹിലേക്ക് അവർ എത്തിപ്പെടുമ്പോൾ അവിടെയാണ് അല്ലാഹു കാണാൻ അവർക്ക് നിശ്ചയിച്ചു വെച്ച സ്ഥലം. അവിടെയാണ് തആല അല്ലാഹു അനിൽ മകാനി വഅനിൽ ഹയ്യിസ് ഉലുവൻ കബീറാ. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്. ഒരു സ്ഥാനമോ സ്ഥലമോ ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി. പക്ഷേ അത് അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലം അതാണ്. എല്ലാവരും വന്നു, ആരും വിട്ടുപോയിട്ടില്ല. എല്ലാവരും ആദ്യമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര അവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി പറയും. നബിതങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, കോടാനുകോടി ബില്യൺ കണക്കിന് നക്ഷത്ര ഗാലക്സികളുള്ള ഈ പ്രപഞ്ചം ഒന്നാകെ അല്ലാഹുവിന്റെ കുർസിയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണിയാണ് ഈ ലോകമെങ്കിൽ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ കുർസിയെ. ആ കുർസിയും അർശും അതുപോലെയാണ്. മരുഭൂമിയിലെ ചെറിയ വട്ടക്കണ്ണി കുർസിയാണെങ്കിൽ അർശ് എന്ന് പറയുന്നത് ആ മരുഭൂമിയാണത്രേ. ഹബീബായ തങ്ങളുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയും ഗംഭീരമായ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് കുർസി. അതവിടെ ഫനുസിബ ഹുനാക് الاستواء معلوم والكيف مجهول والايمان به واجب والسؤال عنه بدعه എന്ന് മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് മുതഅല്ലിമീങ്ങളായ ആളുകൾ ഈ ഹദീസ് പഠിക്കുന്നതോടുകൂടെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ ഇസ്തിവാ നമ്മൾ ഇരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ പാടുള്ളതല്ല. അല്ലാഹു തആലയുടെ കുർസി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അവിടെ വന്നു ثم نصبت لهم منابر من لؤلؤ. ഇനിയാണ് നോക്കേണ്ടത്. ثم نصبت لهم منابر من لؤلؤ. അതിമനോഹരമായ മുത്തുകളാൽ മാത്രം നിർമ്മിക്കപ്പെട്ട ചില കസേരകൾ കൊണ്ടുവരും. അവിടെ കുറെ വിഐപികൾ അവിടേക്ക് ഇരിക്കാൻ നോക്കി മുഅ്മിനീങ്ങൾ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തുകളുടെ കസേരകൾ വിരിച്ചു കൊടുക്കും. അവിടെ ഒരു കൂട്ടർ വമനാബിറു മിൻ നൂർ, പ്രകാശത്തിന്റെ കസേരകൾ വേറെയുണ്ട്. അടുത്ത ലെവൽ അതാണ്. അവിടെ കസേരകളിൽ നൂറിന്റെ കസേരകൾ ഇരിക്കുന്നുണ്ട്. വമനാബിറു മിൻ സബർജദ്, മനോഹരങ്ങളായ കല്ലുകൾ, വിലപിടിപ്പുള്ള കല്ലുകൾ സബർജദ് കൊണ്ടുണ്ടാക്കിയ കസേരകൾ അടുത്ത റോയിൽ. അവിടെ കുറെ ആളുകൾ. വമനാബിറു മിൻ ദഹബിൻ, ഗ്രേഡ് കുറഞ്ഞു വരാൻ. വമനാബിറു മിൻ ദഹബിൻ, സ്വർഗീയ സ്വർണം കൊണ്ടുണ്ടാക്കിയ കസേരകളുണ്ട്. അവിടെ ഒരു വിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ അല്ലാഹുവിനെ കാണാനിരിക്കുകയായി. വമനാബിറു മിൻ ഫിദ്ദ, അല്ലാഹുവിനെ കാണാനിരിക്കുന്ന ഗാലറിയിലുള്ളത് വമനാബിറു മിൻ ഫിദ്ദത്തിൻ, വെള്ളിയുടെ മനോഹരങ്ങളായ കസേരകളാണ്. അവിടെയും കുറെ വിഐപികളായി ഇവിടുന്നായി പോകുന്നത് അല്ലാഹുവിന്റെ മുമ്പെന്ന് പോവാണ്. മനാബിറു മിൻ ലുഅ്ലു, മുത്തുകളും പ്രകാശവും മരതക കല്ലുകളും സ്വർണവും കഴിഞ്ഞ്, ഡയമണ്ട് കഴിഞ്ഞ്, സ്വർണം കഴിഞ്ഞ് വെള്ളിയിലേക്ക്, സിൽവറിലേക്ക് എത്തി നിൽക്കുകയാണ്. വജലസ അദ്നാഹും, നബിതങ്ങൾ പറയുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ. വഹാശാഹും മൻ യകൂന ഫീഹിം ദനി,
അവരിൽ എങ്ങനെയാണ് സ്ഥാനം കുറഞ്ഞവരെന്ന് പറയാ? അള്ളാനെ കാണാൻ പോകുന്നവരല്ലേ, അവരെ സ്ഥാനം കുറഞ്ഞവരെന്ന് പറഞ്ഞുകൂടല്ലോ എന്ന് ഈ ഹദീസിൽ വിവരിക്കുമ്പോൾ ഉലമാ പറയും. അതിനാഹുമെന്ന് നബി തങ്ങൾ പറഞ്ഞു, അവിടെ സ്ഥാനം കുറഞ്ഞ ആളുകൾ അലാ കുസ്താനിൽ മിസ്ക്, കസ്തൂരിയുടെ മനോഹരമായ കുന്നുകളുണ്ട്, ആ കുന്നുകളിൽ ഇരിപ്പായി മുഅ്മിനീങ്ങളൊക്കെ. അവരാണ് സ്ഥാനം കുറഞ്ഞവർ. അള്ളാനെ കാണാനുള്ള ഗാലറിയാണ്. സീറ്റുകളൊക്കെ കഴിഞ്ഞു, ഇനി ചെറിയ കുന്നുകൾ. ആ കുന്ന് മണ്ണല്ല, നമ്മളെ കുന്നും പുറന്നോടത്ത് കുന്നുണ്ടാ, ചെറിയ കുന്നുകളൊക്കെ ഉണ്ട്, നമ്മുടെ മണ്ണിന്റെ കുന്നല്ല. കുസ്ബാനുൽ മിസ്ക്, കസ്തൂരിയുടെ കുന്നുകളാണ്. സുഗന്ധമാണ്, ഇരിക്കുമ്പോഴേക്കും സുഗന്ധമല്ലയോ? സ്വർഗീയ കസ്തൂരിയാണത്. ആ കുന്നിന്റെ മുകളിൽ സ്വർഗലോകത്തെ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ ബാക്കിലാണ്. മുമ്പിലുണ്ട് മുത്തുകളുടെ കസേരകൾ, പിന്നെയുണ്ട് പ്രകാശത്തിൻ്റെത്, പിന്നെയുണ്ട് മരതക കല്ലുകളുടേത്, പിന്നെയുണ്ട് സ്വർണത്തിൻ്റെത്, പിന്നെയുണ്ട് വെള്ളിയുടേത്. ബാക്കിൽ കുന്നുകളാണ്. ആ കുന്നുകൾ മുഴുവനും കസ്തൂരിയുടെ കുന്നുകളാണ്. അവിടെ മുഅ്മിനീങ്ങൾ മുഴുവനും ഇരിക്കുകയായി. എല്ലാവരും ഇരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ബാക്കിൽ കുന്നുമ്മലിരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കും, അവർ പറയും, ആ കസേരയിൽ ഇരിക്കുന്നവർ നമ്മളെക്കാളും ഉപകാരം ചെയ്തവർ, നമ്മളെക്കാളും നന്മ ചെയ്തവരല്ലോ അവര് നമ്മളെക്കാളും മെച്ചപ്പെട്ടവർ തന്നെ എന്ന് കുന്നുമേൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ പറയും. കസേരയിൽ ഇരിക്കുന്നവരുടെ ഒരു ഭാഗ്യമേ എന്ന് കുന്നിന്മേലിരിക്കുന്നവരിങ്ങനെ പറയും ചൂണ്ടിയിട്ട്. അവർക്കൊരു ഭാഗ്യം, മാഷാ അല്ലാഹ്, നമ്മളൊന്നും അങ്ങോട്ട് എത്തിയില്ല, അവരാണ് VIP എന്ന് പറയുന്ന. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും ശാന്തമായിരിക്കുന്നു, ആരും അവിടെ സംസാരിക്കുന്നില്ല. മുനാദിൻ, അല്ലാഹുവിന്റെ വിളിനാദം വരുന്നു. ഒരു മലക്ക് വിളിച്ചു പറയുന്നു, യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗവാസികളെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദൻ യുരീദു അൻ യുൻജിസകുമൂഹ്, അല്ലാഹു നിങ്ങളോടൊരു കരാർ ചെയ്തിട്ടില്ലയോ? ആ കരാർ അല്ലാഹു പൂർത്തിയാക്കാൻ പോകുന്ന നേരമാണിത്. എന്ത് കരാറിനെ അല്ലാഹു പൂർത്തിയാക്കണം? അലം യുബയ്യിനു വുജൂഹനാ, ഞങ്ങളുടെ മുഖങ്ങൾക്ക് അല്ലാഹു പ്രകാശം തന്നില്ലേ? വയുസഖിൽ മവാസീനനാ, ഞങ്ങളുടെ നന്മയുടെ തുലാസുകൾ അല്ലാഹു കനം തൂക്കിയില്ലയോ? വയുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയില്ലയോ? വയുസഹ്സിഹ്നൻ നാർ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് അല്ലാഹു കാവൽ നൽകിയല്ലോ. ഇനി എന്തിനാണ് അല്ലാഹു ഇനിയുമുണ്ടോ? ഇനിയും ഞങ്ങൾക്കുണ്ടോ? ഇത് തന്നെ പോരെ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരായത്താണത്. അതിവിടെ നടക്കാൻ പോവുകയാണ്. ചില മുഖങ്ങൾക്കന്ന് ശോഭയുണ്ട്, പ്രകാശമുണ്ട്. ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിലേക്ക് നോക്കുമ്പോഴാണ് ആ മുഖത്തൊരു പ്രത്യേക പ്രകാശം വരാനുണ്ട്. അല്ലാഹുവിന്റെ നൂറ് കണ്ണുമായി ബന്ധിക്കുമ്പോൾ വരാൻ പോകുന്ന ഒരു പ്രകാശമുണ്ട്. അല്ലാഹുവിന്റെ മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് എന്തോ തരാൻ പോകുന്നുണ്ട്. പെട്ടെന്നൊരു പ്രകാശം വരുന്നു. എല്ലാവരും മേലോട്ട് തല ഉയർത്തി. അതിശക്തമായ പ്രകാശം കുന്നിൻ മുകളിൽ, കസ്തൂരിയുടെ കുന്നിൻ പുറത്തും കസേരകളിലും 10,000 ലക്ഷക്കണക്കിന് കസേരകൾ നിരത്തിയിട്ടുണ്ട്. കോടാനുകോടി മുഅ്മിനീങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ അമ്പിയാക്കളുണ്ട്, അവരിൽ സ്വഹാബിമാരുണ്ട്, അവരിൽ ഔലിയാക്കളുണ്ട്, അവരിൽ ആലിമീങ്ങളുണ്ട്, അവരിൽ ഉമറാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരും ഇരിക്കുമ്പോ പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രകാശം വരികയാണെന്ന് അവർ അറിയുന്നു. അല്ലാഹു വരികയാണ്. പെട്ടെന്നൊരു പ്രകാശം കാണുമ്പോൾ എല്ലാവരും ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കുന്നു. യാ ഫഇദൽ ജബ്ബാറു ഖദ് അശ്റഫ അലൈഹിം മിൻ ഫൗഖിഹിം, അല്ലാഹു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണാൻ കഴിയുന്നു. യാ അഹ്ലൽ ജന്നതി സലാമുൻ അലൈക്കും, സ്വർഗ്ഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട് എന്ന് അല്ലാഹു ആദ്യമായി അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. കണ്ടപ്പോഴേക്കും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ആ സലാമിന് സ്വർഗ്ഗവാസികൾ കൊടുക്കുന്ന മറുപടി വേറെയാണ്. അവർ കൊടുക്കുന്ന മറുപടി അല്ലാഹുമ്മ അൻതസ്സലാം ومنك السلام تباركت يا ذا الجلال والإكرام. ഒരേ ശബ്ദത്തിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ അൻതസ്സലാം ومنك السلام تباركت يا ذا الجلال والإكرام.
നീയല്ലയോ റബ്ബേ സലാം, നീയല്ലയോ സമാധാനം നൽകുന്നവൻ, നിന്നിൽ നിന്നല്ലയോ റബ്ബേ രക്ഷകൾ വരാനുള്ളത്. തബാറക്ത തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധനായ റബ്ബേ, നീയല്ലയോ എല്ലാ മഹത്വങ്ങളും അർഹിക്കുന്നത്, ഞങ്ങളൊന്നുമല്ലല്ലോ റബ്ബേ. കാരുണ്യവാൻ സലാം പറഞ്ഞിരിക്കുന്നു. ആദ്യമായി കാരുണ്യവാൻ ചോദിക്കുന്ന ചോദ്യം, ഐന ഇബാദി അല്ലദീന അതാഊനി ബിൽ ഗൈബി വലം യറൗനി. എന്നെ കാണാതെ എന്റെ ലോകത്ത് ഭൂമിയിൽ ജീവിച്ചപ്പോ എന്റെ അമ്പിയാക്കന്മാരും ആലിമീങ്ങളും എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ എന്നെ കാണാതെ ഞാൻ പറഞ്ഞ നിയമങ്ങൾ പറഞ്ഞു ജീവിച്ച, എന്നെ കാണാതെ എന്നെ അനുസരിച്ച ആളുകൾ എവിടെ? നിങ്ങൾക്ക് ഞാൻ ഇവിടെ എല്ലാം ഏറെ തരാൻ പോകുന്നു, ഇനി ഒരുപാട് ഞാൻ തരാൻ പോകുന്നുണ്ട്. അവര് പറയും, റബ്ബേ ഞങ്ങൾക്കെല്ലാം വേണ്ടത് നീ തന്നത് ഞങ്ങൾക്ക് പൊരുത്തമായി റബ്ബേ, നീ ഞങ്ങളെയും പൊരുത്തപ്പെടണം. നിന്റെ റിളാ ഞങ്ങൾക്ക് വേണം റബ്ബേ, നീ ഞങ്ങളെ തൃപ്തിപ്പെടണം. അത് മതി റബ്ബേ, എനിക്ക് ഞങ്ങളോട് ദേഷ്യം വരരുത് റബ്ബേ. നിന്റെ റിളാ വേണം റബ്ബേ, മറ്റൊന്നും വേണ്ട. സ്വർഗവാസികൾ ഒന്നാകെ കൊടുക്കുന്ന മറുപടി അതാണ്, റബ്ബേ മതി റബ്ബേ, നീ തൃപ്തിപ്പെട്ടാൽ മതി. നിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരുന്നു റബ്ബേ എത്രയോ മനുഷ്യന്മാർ വെറുത്തപ്പോഴും നിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമൽ ചെയ്തത്. എത്രയോ ആളുകൾ കളിയാക്കിയപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ പണിയെടുത്തത്. എത്രയോ ആളുകൾ പിന്തിരിപ്പിക്കുമ്പോഴും അല്ലാഹുവേ നിനക്ക് വേണ്ടിയല്ലോ ഞങ്ങൾ ജീവിച്ചത്, അതുകൊണ്ട് നീ ഞങ്ങളെ തൃപ്തിപ്പെടണം. ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, ഞങ്ങൾക്കത് മതി. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, യാ അഹ്ലൽ ജന്നഹ്, സ്വർഗവാസികളെ, ഞാൻ തൃപ്തിപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ വരില്ലല്ലോ. നിങ്ങളെ ഞാൻ ഇവിടെ പാർപ്പിച്ചത് ഞാൻ തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത് ഏറെയാണ്. ഫസ്അലൂനി, ചോദിച്ചോളൂ, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടത്. എല്ലാവരും ഗാലറികളിൽ ഇരിക്കുന്നവർ, കസേരകളിൽ കോടാനുകോടി മുഅ്മിനീങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സ്. ആയിരക്കണക്കിന് കുന്നിന്റെ കസ്തൂരിയുടെ കുന്നുകളിൽ ലക്ഷക്കണക്കിനല്ല കോടാനുകോടി മുഅ്മിനീങ്ങൾ ആ കുന്നുകളിൽ കാഴ്ച കാണാനിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാൽ ഇറങ്ങി വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ നൂറാണ് വന്നിരിക്കുന്നത്. റബ്ബിന്റെ സംസാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ തിരുമുഖം ഇപ്പോഴും കണ്ടിട്ടില്ല. അല്ലാഹു ചോദിക്കുന്നു, ചോദിച്ചോളൂ, ഫസ്അലൂനി, ചോദിച്ചോളൂ എന്ന് പറയുമ്പോ സ്വർഗവാസികൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്, അരിനാ വജ്ഹക നൻദുർ ഇലൈക്, നിന്റെ പരിശുദ്ധമായ മുഖം ഒന്ന് കാണിച്ചു തരുമോ, ഞങ്ങളൊന്ന് നോക്കട്ടെ റബ്ബേ. അരിനാ വജ്ഹക നൻദുർ ഇലൈക്, കൊതിച്ചതായിരുന്നു റബ്ബേ. നിന്റെ പരിശുദ്ധമായ മുഖം സുന്ദരമാണെന്നറിയാം റബ്ബേ, നീയല്ലയോ ലോകം പടച്ചത്. നിന്നെയൊന്ന് കാണിച്ചു തരുമോ, നിന്നെയൊന്ന് കാണിച്ചു തരുമോ, അതാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്. ഇനിയും തരാമെന്ന് നീ ഞങ്ങളോട് വാക്ക് തന്നെങ്കിൽ ചോദിക്കാനുള്ള ഒരേ ഒരു അപേക്ഷ അതാണ് റബ്ബേ, അരിനാ വജ്ഹക നൻദുർ ഇലൈക്, നിന്നെ ഒന്ന് കാണിച്ചുതാ, നിന്റെ മുഖത്തിന്റെ ആവരണം ഒന്ന് നീക്കിത്താ, ഞങ്ങൾ ആ മുഖത്തേക്കൊന്ന് നോക്കട്ടെ റബ്ബേ.